ഖുർആന്റെ വ്യാഖ്യാനങ്ങളും ഒക്കെ പരിശോധിച്ചാൽ ഇവർക്ക് അവരുടെ ദൈവങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്വന്തമായ കഴിവുണ്ടായിരുന്നു എന്ന് തന്നെയാണ് ഈ അവരുടെ വിശ്വാസമെന്ന് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ലാ ശരീക ലക ഇല്ലാ ശരീകൻ, മുഅ്മിനീങ്ങളെ വഞ്ചിക്കാനായി പറയും പിന്നെ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക് ലബ്ബൈക ലാ ശരീക ലക് എന്ന് വിശ്വാസികളെ വഞ്ചിക്കാനായി പറയും. എന്നിട്ട് അവരവരുടെ സ്വന്തം കാര്യം പറയും ഇല്ലാ ശരീകൻ, ഒരു ദൈവം ഒഴികെ, ഒരു ദൈവം ഒഴികെ. ആ ദൈവത്തിലാണ് അവർക്ക് താല്പര്യമുള്ളത്. പിന്നെ ആദ്യം അവർ പറഞ്ഞ ദൈവം അത് അള്ളാഹ് എന്ന് പറഞ്ഞു എന്നല്ലാതെ ആ അള്ളാഹ് ഏതാണ് എന്നുള്ളതിന് യാതൊരു രേഖയുമില്ല. ഖുർആന്റെ വ്യാഖ്യാതാക്കളും ഭാഷാ പണ്ഡിതന്മാരും പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും, ബഹുദൈവ വിശ്വാസികൾ അള്ളാഹ് എന്ന പ്രയോഗം അവരുടെ ദൈവങ്ങളെ കുറിച്ച് വിശ്വസിച്ചിരുന്നു. ഇമാം റാദിയുടെ തഫ്സീർ 1-ാം വാള്യം അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്നതിന്റെ വ്യാഖ്യാനത്തിൽ കാണാം ബഹുദൈവ വിശ്വാസികൾ അവരുടെ ദൈവങ്ങൾക്ക് അള്ളാഹ് എന്ന് പ്രയോഗിച്ചിരുന്നു. ഖുർആൻ തന്നെ പറഞ്ഞല്ലോ, ജഅലൽ ആലിഹത ഇലാഹൻ വാഹിദ, എല്ലാ അള്ളമാരെയും കൂടി ഒറ്റ അള്ളയാക്കി. ഒരുപാട് അള്ളമാർ, അൽ ആലിയ എന്ന് പറഞ്ഞാൽ അൽ ഇലാഹിന്റെ ബഹുവചനമാണ്. അൽ ഇലാഹ് എന്ന് പറഞ്ഞാൽ അതാണ് അള്ളാഹ്, കൂട്ടിച്ചേർത്തു എന്നുള്ളൂ. അൽ ഇലാഹ് അള്ളാഹ്. ഒരുപാട് അള്ളമാരുണ്ട്, മുഹമ്മദ് ഒരൊറ്റ അള്ള മതി എന്ന് പറഞ്ഞു, അത് അംഗീകരിക്കാൻ പറ്റില്ല. അപ്പൊ ബഹുദൈവ വിശ്വാസികൾ തന്നെയല്ല, ഈ ബഹുദൈവ വിശ്വാസികൾ അവര് പിന്നെ പുനർജന്മ നിഷേധികളായിരുന്നു. പ്രവാചകന്മാർ തീർത്തും സാധാരണ മനുഷ്യരാണ് എന്ന് പറഞ്ഞവരായിരുന്നു. ഇൻ അന്തും ഇല്ലാ ബശറുൻ മിസ്ലുനാ വമാ അൻസലർ റഹ്മാനു മിൻ ഷൈ, നിങ്ങൾ തീർച്ചയായും ഞങ്ങളെപ്പോലത്തെ മനുഷ്യർ അല്ലാതെയല്ല, അല്ലാഹു തആല ഒന്നും അവതരിപ്പിച്ചിട്ടില്ല എന്നെല്ലാം പറയുന്നവരായിരുന്നു ആ ബഹുദൈവ വിശ്വാസികൾ. പുനർജന്മത്തിൽ അവർക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ അവർക്ക് ഇതിലൊക്കെ വിശ്വാസം ഉണ്ടായിരുന്നു എന്ന വിശ്വാസം ഏറ്റവും വലിയ അബദ്ധമാണ്. ഒരിക്കലും തെളിവുകളോട് നീതി പുലർത്തുന്നതല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ മുജാഹിദികൾ പറയുന്നത് ഖബർ സിയാറത്ത് ചെയ്യല് ശിർക്കാണ്, അതിന്റെ വചനം ഖബർ സിയാറത്ത് ശിർക്കാണ് എന്ന് ചിലപ്പോ ആരെങ്കിലൊക്കെ ഇങ്ങനെ പ്രസംഗിച്ച് അവരെ വാക്കിൽ നിന്നൊക്കെ വന്നിട്ടുണ്ടാവും. പക്ഷേ അവര് ഈ സന്ദർശനത്തെ കുറിച്ച് അതിന്റെ രൂപത്തെ കുറിച്ച് പറയുന്നത് അത് ഖബർ പൂജയാണ് എന്നൊക്കെ. എല്ലാവരും ആ വിഷയത്തിൽ സംസാരിക്കുമ്പോൾ അവർക്ക് അതിലൊരു തിയറിയൊന്നുമില്ല. ഇന്നൊരാൾ എന്ന് പറയും, നാളെ വേറൊരാൾ പറയും. ഒരാൾ പറയും ആ വഴിക്കേ പോകരുത്, വേറൊരാൾ പറയും അവിടെ പോയിട്ട് വെറുതെ ഇങ്ങനെ നിൽക്കുക, നോക്കി ഇങ്ങനെ നിൽക്കുക, കാരണം ഉറുതി ഉൾക്കൊള്ളാൻ. ഇത് മരിച്ചവരാണ് എന്ന് ആ ഉറുതി ഉൾക്കൊള്ളാനായി അവിടെ പോയിട്ട് ഇങ്ങനെ നിൽക്കാം. അതിപ്പോ ഈ അറിയണോനിക്ക് പിന്നെ അവിടെ പോയി നിൽക്കണോ? റോട്ടും വന്നാലും പോരാ, അത് മനസ്സിലുണ്ടെങ്കിൽ. അപ്പോൾ അതിലൊന്നും അവർക്കൊരു ഉറച്ച തിയറിയില്ല. സുന്നത്ത് ജമാഅത്തിനെ സംബന്ധിച്ചിടത്തോളം മരിച്ചുപോയ മുസ്ലിം സുഹൃത്തുക്കളുടെ ഖബറുകൾ സന്ദർശിക്കുക എന്നുള്ളത് പ്രത്യേകമായ സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർ നമസ്കാരാദി കാര്യങ്ങൾക്ക് അകലത്തെവിടെയും പോയിട്ടില്ല. റസൂലുള്ളാഹിന്റെ പള്ളിയിൽ റസൂലുള്ളാഹിയും ഒക്കെ നമസ്കരിക്കുമ്പോൾ ആ പള്ളിയുടെ ചുറ്റുമുള്ള വീടുകളിൽ ഇരുന്നു കൊണ്ട് അവർ ആ നമസ്കാരത്തിൽ സംബന്ധിക്കും. ഇങ്ങനെയാണ് സ്ത്രീകൾ സംബന്ധിച്ചിരുന്നത്. അതേ സമയത്ത് ആയിഷാ ബീബി നബിയോട് ചോദിക്കാണ്, നബിയെ ഖബർ സിയാറത്തിന് വേണ്ടി ഞാൻ പോകുമ്പോൾ ഞാൻ എന്താണ് അവിടെ പറയേണ്ടത്, എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, നീ ചെന്നോടുമ്പോൾ അസ്സലാമു അലൈക്കും യാ ദാറക്കും മുഅ്മിനീൻ എന്ന് പറഞ്ഞ് അവർക്ക് അഭിവാദനങ്ങൾ അർപ്പിക്കണം, സലാം പറയണം. ഇതിന് പിന്നെ അവർക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിക്കണം. അതിന്റെ പദങ്ങളൊക്കെ റസൂലുള്ളാഹി പറഞ്ഞു. അപ്പൊ ഞാൻ അത് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം എന്നാ ചോദിക്കുന്നത്. അപ്പോൾ സ്ത്രീക്കും പുരുഷനും ഒക്കെ ഖബർ സിയാറത്ത് സുന്നത്താണ്. ഇതാണ് ആ ഖബർ സിയാറത്ത് ചെയ്യുമ്പോൾ അത് സാധാരണക്കാരാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ പിന്നെ അവർക്ക് വേണ്ടി ഖുർആൻ പാരായണക്കാർക്ക് ദുആ ചെയ്യാം. മഹാത്മാക്കളാണ്, വലിയ അള്ളാഹുവിന്റെ ഇഷ്ടദാത്തന്മാരായി നമുക്ക് ബോധ്യമുള്ളവരാണെങ്കിൽ ജീവിതകാലത്ത് നാം അവരെ കണ്ടാൽ പറയുള്ളൂ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം, എനിക്ക് വേണ്ടി ശുപാർശ ചെയ്യണം എന്ന് ജീവിതകാലത്ത് കണ്ടാൽ പറയുന്നത് വഫാത്തിന് ശേഷം അവരുടെ കബറിങ്ങിൽ പോയിട്ട് പറയാം. ഇനി ഒരു സാധാരണക്കാരന്റെ കബറിങ്ങ പോയിട്ട്, സ്നേഹിതന്റെ കബറിങ്ങ പോയിട്ട് അവർക്ക് ദുആക്ക് നടത്തിയിട്ട് ഈ എനിക്ക് വേണ്ടി ശുപാർശ ചെയ്യണം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ശിർക്കാവൂല. ആ പറഞ്ഞത് ചിലപ്പോൾ വെറുതെ ആവും, കാരണം അവർക്ക് അതിന് കഴിഞ്ഞോളന്നില്ല. ഇഷ്ടദാത്തന്മാരാകുമ്പോൾ അവരെ അള്ളാഹുവിന്റെ അനുഗ്രഹത്തിലാണ്, അവരുദ്ദേശിച്ച അള്ളാഹു താല കൊടുക്കും, അവരുടെ ശുപാർശ അള്ളാഹു താല സ്വീകരിക്കും. അത് വ്യക്തമായ സംഗതിയാണ്. ഇങ്ങനെ ചെയ്യുന്ന കാര്യങ്ങൾ അതൊന്നും ശിർക്കുമല്ല. മഹാത്മാക്കളുമായി ബന്ധപ്പെട്ട് എന്ത് കാര്യം ചെയ്താലും ശിർക്കാണെന്ന് പറയുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ശിർക്കാണെന്ന് പറയേണ്ടി വരും. ഒരു സംഗതി നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുക, ആ വിഷയത്തിലൊന്നും ഒരു ശരിയായ സ്ഥിരം ഒരു തിയറി അവരെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഇന്ന് പറയുന്ന ഒരാൾ പറയും, നാളെ വേറൊരാൾ പറയും. അവിടെ ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാലും അങ്ങനെ തന്നെയാണ്, എല്ലാ കാര്യങ്ങളും പരിശോധിച്ചാലും. അപ്പോൾ സാധാരണ നമ്മുടെ നമസ്കാരാദി കാര്യങ്ങൾ നിർവഹിക്കുന്നിടത്ത് ഇവരുടെ ഏറ്റവും വലിയ നേതാവ്
ചാലിനകത്ത് മുഹമ്മദ് ഹാജി അവർ അദ്ദേഹം സുന്നത്ത് ജമാഅത്തിന്റെ പൂർവ്വകാല നേതാക്കളുടെ ഉസ്താദായിരുന്നു. ഇവരുടെ ഗയ മൗലവിയെ പോലുള്ളവരുടെ ഒക്കെ ഉസ്താദായിരുന്നു. അദ്ദേഹം എഴുതിയ അമലിയാത്തുണ്ട്. ആ അമലിയാത്തിൽ കൈ എവിടെ കെട്ടണമെന്ന് പറഞ്ഞിട്ടുണ്ട്, കുനൂത്ത് ഓതണമെന്ന് പറഞ്ഞിട്ടുണ്ട്. സുന്നത്ത് ജമാഅത്തിന്റെ എല്ലാ ആശയങ്ങളുമാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ പിന്നീട് ഇവര് പുസ്തകം ഇവരുടെ വിദ്യാഭ്യാസ ബോർഡിന് വേണ്ടി പുസ്തകം പ്രസിദ്ധീകരിച്ചപ്പോൾ അതിലെല്ലാം തലമറിഞ്ഞിരിക്കണ്. ഔറത്ത് എന്ന് പറഞ്ഞൊരു സാധനം തന്നെ ഇവിടെ ചില മുജാഹിദ് പണ്ഡിതന്മാർ അവര് ഇതിന് ശേഷം എഴുതിയത് നോക്കുമ്പോൾ ഔറത്ത് എന്ന സാധനം തന്നെ ഇല്ല എന്നാണ്. മുസ്ലിം സ്ത്രീകൾക്ക് അവകാശമുണ്ടോ എന്ന പുസ്തകമുണ്ട്. ആരാണ് എഴുതിയത്? MTC അഹമ്മദ് മൗലവി, മുജാഹിദിന്റെ നേതാവാണ് അദ്ദേഹം. അപ്പോൾ കെ മൗലവിയെ പോലുള്ളവർ, അതുപോലെ അതിന്റെ അപ്പുറത്തുള്ള മൗലവി അവരുടെ ഉസ്താദുമാരൊക്കെ എഴുതിയിരിക്കുന്നത്, ചാലിനകത്തും ഒക്കെ എഴുതിയിരിക്കുന്നത് ഔറത്ത് പുരുഷന്റെ ഔറത്തിൻ്റെതാണ്, സ്ത്രീയുടെ ഔറത്തിൻ്റെതാണ്. ഇദ്ദേഹം എഴുതി MTC അഹമ്മദ് മൗലവി എഴുതി നോക്കുമ്പോ ഒരൗറത്തുമില്ല, ഒന്നുമില്ല, മുന്നും പിന്നും മാത്രമാണ് ഔറത്ത്. യഥാർത്ഥത്തിൽ എഴുതിയിരിക്കുന്നത് അങ്ങനെയാണ്. ആ പുസ്തകം നമ്മുടെ കയ്യിൽ സൂക്ഷിപ്പാണ്. മുന്നും പിന്നും മാത്രമാണ് ഔറത്ത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഔറത്തിന്റെ കാര്യത്തിലും അല്ലാത്തതിന്റെ കാര്യത്തിലും ഒരു കാര്യത്തിലും ഒരു ശരിയായ തിയറി ഇവരെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഓരോരുത്തരും ഇരുന്ന് ഓരോ ഭാഗത്തിരുന്ന് ഗവേഷണം നടത്തുന്നു. ആ ഗവേഷണം പുസ്തക രൂപത്തിലും പ്രസംഗ രൂപത്തിലും പുറത്തു വരുന്നു. ഇതെല്ലാം കൂടി കണ്ട് ജനങ്ങൾ ബേജാറാവുന്നു. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ദിവസങ്ങൾക്ക് മുമ്പ് ഒരു മുജാഹിദ് മൗലവി ഇസ്തിഹാസ പ്രവാചകനോ സഹാബത്തോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളത് ചെയ്യാൻ തയ്യാറാണ്, അവർ ചെയ്തതാണ് സുന്നത്ത് ജമാഅത്ത്, അതിനപ്പുറം ഒന്നും ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞു. ഉസ്താദിൽ നിന്ന് ഒരു വിശദീകരണം. ഇസ്തിഹാസ പ്രവാചകനും സഹാബത്തും ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ചെയ്യാൻ തയ്യാറാണ് എന്നാണ് പറഞ്ഞത്. അത് കേൾക്കുമ്പോൾ നല്ലൊരു വാർത്തയാണ്. ഇതിപ്പോ എല്ലായിടത്തും ഒരു പറയുന്ന ഞങ്ങൾ ചെയ്യുന്നതൊക്കെ നബിയും സഹാബത്തും ചെയ്യുന്നതാണ്, നബിയും സഹാബത്തും ചെയ്യാത്തതൊന്നും ഞങ്ങൾ ചെയ്യുന്നില്ല. എന്നാൽ വളരെ ചുരുക്കി ഞാൻ അതിന് മറുപടി പറയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകമായി ദുആ ചെയ്തിരുന്നതാണ്. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ രോഗമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് പ്രത്യേകിച്ച് ദുആ ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന പദമാണ് അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്ത്. അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്ത്, അല്ലാഹുവിന്റെ പൂർണ്ണങ്ങളായ വചനങ്ങൾ, വാക്യങ്ങൾ കൊണ്ട് അവയോട് ഞാൻ സഹായം ചോദിക്കുന്നു എന്ന് അതിന്റെ നേരാർത്ഥം. ഇതിന്റെ വ്യാഖ്യാനത്തിൽ ഇമാം റാസി അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്നതിന്റെ വ്യാഖ്യാനത്തിൽ, കാവൽ ചോദിക്കുക എന്നതിന്റെ വ്യാഖ്യാനത്തിൽ ഇമാം പറയുന്നത് കാണാം, ഇമാം റാസി പറയുന്നത് കാണാം, റസൂലുള്ളാഹി അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്ത് മിൻ ശർരി മാ ഖലഖ, എല്ലാ വസ്തുവിന്റെയും ഷെറിനെ തൊട്ട് ഈ കലിമാത്തുല്ലാഹിയോട് ഞാൻ കാവൽ ചോദിക്കുന്നു എന്ന് പറഞ്ഞത് അർവാഹുൽ മുഅ്മിനൂനൽ ഖാലിയ അനിൽ അലായിക്കിൽ ജിസ്മാനിയ, ശാരീരികമായ ബന്ധനങ്ങളിൽ നിന്ന് സുരക്ഷിതമായി അള്ളാഹുമായി ബന്ധപ്പെട്ട മഹാത്മാക്കളുടെ റൂഹാണ് ആ പറയുന്ന കലിമാത്തുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന്. ഇനി നമുക്ക് ആ കലിമത്ത് എന്ന പ്രയോഗത്തിൽ മഹാത്മാക്കൾ പെടും എന്നതിന്റെ ഒരു ഉദാഹരണമായി നമുക്ക് മനസ്സിലാക്കാം. ഈസാ നബിയെ കുറിച്ച് കലിമത്തുഹു അൽഖാഹാ ഇലാ മറിയം, ഈസാ നബി അള്ളാഹുവിന്റെ കലിമത്താണ് എന്ന പ്രയോഗം. ഇനിയും നമുക്ക് കാണാം, വൈദിബ്തല ഇബ്രാഹിം റബ്ബുഹു ബികലിമാത്ത്, അല്ലാഹു തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ വിവിധ വാക്യങ്ങൾ കൊണ്ട് പരിശോധിച്ചു എന്ന് പറഞ്ഞതിലുള്ള ഒരു വാക്യം ഇസ്മായിൽ നബിയാണ്. ഇസ്മായിൽ നബി അറുക്കാനുള്ള കൽപ്പനയാണ് അതിൽ പെടുന്നത് എന്ന്. ഇനി ഈ കലിമത്ത് എന്നതിന്റെ അർത്ഥം മുഹദ്ദിസീങ്ങളെല്ലാം രേഖപ്പെടുത്തിയെടുത്തും നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. അത് വ്യാപകമായ ഒരു പ്രയോഗമാണ്. അള്ളാഹു ഈ ലോകത്ത് പരിശുദ്ധ ഖുർആൻ തുടങ്ങിയ വാക്യങ്ങൾ അവതരിപ്പിച്ചു. ആ വാക്യങ്ങൾ ഈ ലോകത്തിന് നൽകിയ പ്രവാചകന്മാർ, ഈ ഔലിയാക്കന്മാർ ഇവരെല്ലാം ഉണ്ട്. ഇവരെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു പ്രയോഗമാണ് ഈ കലിമാത്ത് എന്ന് ഇവരുടെ വ്യാഖ്യാനങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ കലിമാത്തുകൾ പിന്നെ നമുക്കറിയാം, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടന്നു പോകുമ്പോൾ ഒരു സ്ഥലത്ത് അബൂ മസ്ഊദുൽ അൻസാരി എന്ന സഹാബി തന്റെ അടിമയെ അടിക്കുകയാണ്. അടിമയെന്തോ പറഞ്ഞനുസരിച്ചില്ല, അടിമയെ അടിക്കുകയാണ്. ആ സമയത്ത് അടിമ യാ അല്ലാഹ് യാ അല്ലാഹ് യാ അല്ലാഹ് എന്ന് പറഞ്ഞിങ്ങനെ വിളിച്ചു പറയാണ്, വേദനിച്ചിട്ട്.
അപ്പോ അബൂ മസ്ഊദ് അൻസാരി പിന്നെ ഇയാള് പറഞ്ഞു കേൾക്കാത്തതിന്റെ പേരിലാണല്ലോ അടിക്കണത്. അള്ളാഹ്ക്ക് ഏതായാലും ഇപ്പൊ ഈ അടി കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് മൂപ്പരും വീണ്ടും വീണ്ടും അടിക്കന്നെ. അപ്പോ പിന്നെ ഇനിയിപ്പോ അള്ളാഹിനെ വിളിച്ചിട്ട് കാര്യമില്ല എന്ന് ആ അടിമക്ക് തോന്നി. അടിമ ആദ്യം പറഞ്ഞ അഊദു ബില്ലാ അള്ളാഹുവോട് കാവൽ ചോദിക്കുന്നതാണ്. പിന്നെ ആ അടിമ അഊദു ബി റസൂലില്ല, അള്ളാഹിന്റെ റസൂലിനോട് ഞാൻ കാവൽ ചോദിക്കുന്നു. അത് പറഞ്ഞ് കേൾക്കേണ്ട സമയത്തും പിന്നിൽ അവിടെ റസൂലുള്ളാഹിയെ കാണുന്നു. അഊദു ബി റസൂലില്ല. അതോടുകൂടെ റസൂലുള്ള പറഞ്ഞ അടിമയെ അടിക്കണോ, അള്ളാഹു നിന്നെ ശിക്ഷിക്കും, അതുകൊണ്ട് നീ മര്യാദക്ക് നടക്കണം, പാവപ്പെട്ടവരെ ശിക്ഷിക്കാൻ പാടില്ല, അള്ളാഹു തആല എന്നെ ശിക്ഷിക്കും. അപ്പോ അദ്ദേഹം പറഞ്ഞു, നബി ഇനി ഞാൻ എന്ത് ചെയ്യണം? അടിമയെ മോചിപ്പിക്ക്, അതല്ലാതെ വേറെ മാർഗമല്ല. അറിഞ്ഞ ആ അടിമയെ മോചിപ്പിക്കും. ഇമാം മുസ്ലിം തന്റെ സഹീഹ് ഉദ്ധരിക്കുന്ന ഹദീസാ. അപ്പൊ അഊദു ബില്ലാ എന്ന് പറഞ്ഞ അതേ ശൈലി, അതേ ഉദ്ദേശത്തിലല്ല, അതേ ശൈലി, അതേ വാക്കിൽ അഊദു ബില്ലാ എന്ന അതേ വാക്കിൽ അഊദു ബി റസൂലില്ലാ എന്ന് പറഞ്ഞത് റസൂലുള്ള അംഗീകരിക്കുന്നതായി ഇമാം മുസ്ലിം തന്റെ സഹീഹിൽ. അതുകൊണ്ട് ഇനിയെങ്കിലും മുജാഹിദുകൾ അഊദു ബി റസൂലില്ലാ എന്ന് പറയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇവിടെ അതേ പ്രാസംഗികൻ മയ്യത്തിൻ്റെ അടുത്ത് ഖുർആൻ ഓതുന്ന ഹദീസ് സുന്നി പണ്ഡിതൻ അമീദ് ഫൈസി ഇവിടെ സംസാരിച്ചിരുന്നു. ഇക്റഉ അലൽ മൗതാഖും യാസീൻ. ഈ ഹദീസ് സനദില്ല എന്ന ഒരൊറ്റ വാക്കിൽ അത് ലൈഫാണ്, ആ ഹദീസ് സ്വീകാര്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് മൗലവി പോയി അതിൻ്റെ ഒരു വിശദീകരണം ശ്രദ്ധിക്കും. ഹദീസ് സനദില്ല എന്ന് പറഞ്ഞാൽ ഹദീസുകൾ ഉദ്ധരിക്കുന്നതിന് പല ശൈലികളുമുണ്ട്. ഹദീസിന്റെ ആശയം മാത്രം ഉദ്ധരിക്കുന്ന ഹദീസുകൾ കാണാം. അവിടെ ഹദീസിന്റെ ആശയങ്ങളാണ്, അവിടെ സനദുകളെ കുറിച്ച് അവിടെ ചർച്ചയില്ല. അതേ സമയത്ത് ഹദീസ് അതിന്റെ പരമ്പര തന്നെ എല്ലാം ഉദ്ധരിച്ചുകൊണ്ട് ആരിൽ നിന്ന് പറഞ്ഞു എന്ന് പറയുന്ന ഹദീസുകളുമുണ്ട്. അങ്ങനെയുള്ള ഹദീസുകൾ നോക്കിയാൽ മാത്രമേ ആര് റിപ്പോർട്ട് ചെയ്തു എന്ന് മനസ്സിലാക്കാൻ സാധിക്കൂ. അല്ലാതെ ഹദീസിന്റെ ആശയങ്ങൾ എല്ലാം ഉൾക്കൊള്ളിച്ച ആശയങ്ങൾ ജനങ്ങൾക്ക് അംഗീകരിക്കാൻ വേണ്ടി, അവർ മനസ്സിലാക്കാൻ വേണ്ടി, അമൽ ചെയ്യാൻ വേണ്ടി മാത്രം പറയുകയാണെങ്കിൽ അങ്ങനെയുള്ള ഗ്രന്ഥങ്ങളിൽ ഇങ്ങനെ ആര് റിപ്പോർട്ട് ചെയ്തെന്ന് കാണില്ല. അതേസമയത്ത് ഈ ഹദീസ് ഈ പറഞ്ഞ രണ്ട് രൂപത്തിൽ ഉദ്ധരിച്ചതായിട്ട് കാണാൻ സാധിക്കും. സനദൊന്നും ഇല്ല എന്ന് പറയുന്നവർ യഥാർത്ഥത്തിൽ ആദ്യം പറഞ്ഞ വിഭാഗം മാത്രം കണ്ടവരായി. ഇമാം തുർമുദിയും മറ്റും ഉദ്ധരിക്കുന്ന ഹദീസാണ്. പക്ഷെ പിന്നെ ഇനി വേറൊന്ന് യാസീൻ ഓതാപ്പം നിങ്ങൾക്ക് ആ ഹദീസൊന്നും വേണ്ട. യാസീൻ ഓതണമെന്നുണ്ടെങ്കിലേ പരിശുദ്ധ ഖുർആൻ തന്നെ വളരെ വ്യക്തമായി പറഞ്ഞ സംഗതിയാണ്. വല്ലദീന ജാഊ മിൻ ബഅദി യഖൂലൂന റബ്ബന ഇഗ്ഫിർ ലനാ വലി ഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ. സഹാബാക്കൾ താബിയുകൾക്ക് ശേഷം ഖിയാമത്ത് വരെ വരുന്ന സത്യവിശ്വാസികൾ ആരാണെന്നറിയാമോ? അവരിൽ മരണപ്പെട്ടു പോയ മഹാത്മാക്കളെ സ്മരിക്കുകയും അവർക്ക് വേണ്ടി ഖുർആൻ പാരായണം ചെയ്ത് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരാണ്. യഖൂലൂന റബ്ബനാ ഇഗ്ഫിർ ലനാ വലി ഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൽ ലില്ലദീന ആമനൂ എന്ന് പറഞ്ഞത് പ്രാർത്ഥനയുമാണ്, ഖുർആനുമാണ്. അങ്ങനെയുള്ള ആ ഖുർആന്റെ വചനങ്ങൾ ഓതി പ്രാർത്ഥിക്കുന്നവരാണ് പിന്നീട് വരുന്ന താബിഈകളായ സുന്നത്ത് വൽ ജമാഅത്തിന്റെ പ്രവർത്തകരെന്ന് അല്ലാഹു തആല നസ്സാക്കി പറഞ്ഞെങ്കിൽ പിന്നെ അവിടെ യാസീന് പ്രത്യേകമായ പ്രസക്തി കാണേണ്ടതില്ല, അല്ലെങ്കിൽ ആയത്തുൽ കുർസിക്ക് കാണേണ്ടതില്ല. മൊത്തം ഖുർആൻ തന്നെ പറഞ്ഞ മുസ്ലിമീങ്ങളുടെ സ്വഭാവമാണ് നസ്സായിട്ട് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് മുസ്ലിമീങ്ങൾക്ക് അതൊക്കെ ചെയ്യാം. പിന്നെ അവിടെ സനദുണ്ടോ ഇവിടെ സനദുണ്ടോ എന്നൊന്നും നോക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ചില ഷാഫി മദ്ഹബിലെ ഗ്രന്ഥത്തിൽ, ഇപ്പൊ ഇബ്നു കസീറിലെ അങ്ങനത്തെ ഗ്രന്ഥങ്ങളിലൊക്കെ കാണാം, മരണപ്പെട്ടു പോയ ആളുകൾക്ക് ഓതിയാൽ പ്രതിഫലം കിട്ടുകയില്ല എന്ന് ചില പണ്ഡിതന്മാരോ കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചില പണ്ഡിതന്മാർ പ്രതിഫലം കിട്ടില്ല എന്ന് പറഞ്ഞു. ഇതൊന്ന് വിശദമാക്കിയാൽ വളരെ നന്നായിരുന്നു. അത് വളരെ ശരിയാണ്. ആ ചോദ്യം എല്ലാവർക്കും സംശയമുണ്ടാക്കുന്ന കാര്യമാണ്. പിന്നെ ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ മരിച്ചവരെ ഉദ്ദേശിച്ചുകൊണ്ട് ഞാനൊരു യാസീനോ അല്ലെങ്കിൽ ഏതെങ്കിലും സൂറത്തോ ഓതി, എന്നാൽ ആ ഓതിയതിൻ്റെ കൂലി എൻ്റെ വായിൽ നിന്ന് അതിൻ്റെ അക്ഷരങ്ങളും അതിൻ്റെ ആ പദങ്ങളും മറ്റുമൊക്കെ വരലാനുള്ള ഓതുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എൻ്റെ വായിൽ നിന്ന് അത് ആ വന്നപ്പോൾ അതിൻ്റെ കൂലി ആർക്ക് തന്നെയാണ്? എനിക്ക് തന്നെയാണ്. അത് വേറെ ആരെയും അക്കൗണ്ടിൽ പോകില്ല. അത് വേറെ ആരെ അക്കൗണ്ടിൽ അത് ഓതിയായിരിക്കും തന്നെയാണ്. അതേ സമയത്ത് മറ്റൊരാളെ ഉദ്ദേശിച്ചു നാം ചെയ്യുന്നു എങ്കിൽ ആ ആൾക്ക് അയാളെ ഉദ്ദേശിച്ചുകൊണ്ട് നാം ചെയ്യുകയും അയാൾക്ക് അതുപോലുള്ളൊരു പ്രതിഫലം ലഭിക്കാൻ നാം പ്രാർത്ഥിക്കുകയും ചെയ്യണം. മൻജാബിൽ ഹസന ഫലവു അശ്രു അംതാലിയ. ഒരാൾ ഒരു നല്ല കാര്യം ചെയ്താൽ അയാൾക്ക് അതിൻ്റെ 10 ഇരട്ടി ചുരുങ്ങിയത് അള്ളാഹു കൊടുക്കാൻ തയ്യാറാണ്.
അതിന് ഒരു നിശ്ചിത ഒരു കണക്കുണ്ടാവും. പക്ഷേ അള്ളാഹു താല അവൻ്റെ ആത്മാർത്ഥതയും മറ്റൊക്കെ പരിഗണിച്ച് ചിലപ്പോൾ ചുരുങ്ങി 10 വരെ കൊടുക്കും. പണ്ഡിതന്മാർ പറയുന്നത് ഇങ്ങനെ അവന് കൂടുതൽ ലഭിക്കുന്നത് അവനെ സംബന്ധിച്ചിടത്തോളം അവൻ ദുആ ചെയ്ത് മറ്റൊരാൾക്ക് വേണ്ടി നിയ്യത്ത് ചെയ്ത് ദുആ ചെയ്താൽ ദുആ ചെയ്യണം. ആ ദുആ അല്ലാഹു സ്വീകരിച്ചാൽ അതിന്റെ പുണ്യം അയാൾക്ക് ലഭിക്കും. അസ്ല് ഓതിയതിന്റെ ഗുണം അത് ആർക്ക് തന്നെയാണ്? അത് അവർക്ക് തന്നെയാണ്. അപ്പോ ഖുർആൻ ഓതിയാലും മറ്റും മറ്റുള്ളവർക്ക് ലഭിക്കുകയില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ആ അസ്ല് പണി ആ ഓതിയവർക്ക് തന്നെയാണ്. ഓതിയവനക്കൊന്നും കിട്ടാതെ അത് വേറെ ഓരോരുത്തരുടെ അക്കൗണ്ട് പോയിട്ട് എന്താ കാര്യം? അസ്ല് പണി അതിന്റെ കൂലി അവന് തന്നെയാണ്. പിന്നെ അവൻ നല്ല നിയ്യത്തോടുകൂടെ അവൻ മറ്റുള്ളവർക്ക് വേണ്ടി അതിന്റെ കൂലി ലഭിക്കാൻ വേണ്ടി ദുആ ചെയ്തു കഴിഞ്ഞാൽ ആ ദുആ അള്ളാഹു സ്വീകരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അള്ളാഹ് ഒരു നല്ല മനുഷ്യന്റെ വേറൊരു നല്ല മനുഷ്യന് വേണ്ടിയുള്ള പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുന്നുള്ളതാണ്. ആ പ്രതീക്ഷയുടെ അടിസ്ഥാനത്തിൽ നാം ദുആ ചെയ്യുന്നു എങ്കിൽ അള്ളാഹു തആല ദുആ സ്വീകരിച്ചാൽ അവർക്ക് ലഭിക്കുന്നു. അപ്പോൾ മയ്യത്ത് നിസ്കാരത്തിന്റെ കാര്യം അങ്ങനെ തന്നെയാണ്. മയ്യത്ത് നിസ്കാരം നിസ്കരിച്ച കൂലി ആർക്കാ? നിസ്കരിച്ച കൂലി ആർക്കാണ്? നിസ്കരിച്ചവൻക്കാണ്. അതേ സമയത്ത് പടച്ചവനെ അവന് പൊറുക്ക്, അവനെ അനുഗ്രഹിക്കുക എന്ന പ്രാർത്ഥന, ആ പ്രാർത്ഥന നടത്തിയതിന്റെ കൂലിയും ആർക്ക് തന്നെയാണ്? പ്രാർത്ഥന നടത്തിയവർക്ക് തന്നെയാണ്. പിന്നെ അല്ലാഹ് അത് സ്വീകരിച്ചാൽ ഇഷ്ടദാത്തന്മാരുടെ അഭിപ്രായ കാര്യങ്ങളൊക്കെ അവരുടെ പ്രാർത്ഥനകളും ഒക്കെ അല്ലാഹ് സ്വീകരിക്കുമല്ലോ. ആ നിലയ്ക്ക് സ്വീകരിച്ചാൽ അല്ലാഹു തആല എന്ത് ചെയ്യും? അയാൾക്ക് പൊറുക്കും, അയാൾക്ക് അനുഗ്രഹങ്ങളൊക്കെ നൽകും. അപ്പൊ മയ്യത്ത് നിസ്കാരം എങ്ങനെയോ അങ്ങനെ തന്നെ മയ്യത്ത് നിസ്കാരവും നേരിട്ട് അതിന്റെ എല്ലാ കൂലിയും മരിച്ചവർക്ക് കിട്ടുന്നു ലോകത്താരും പറഞ്ഞിട്ടില്ല. നമ്മുടെ വിദ്യാർത്ഥി കക്ഷികളെല്ലാം മുജാഹിദുകാരൊക്കെ എന്ത് പറഞ്ഞാലും ഖുർആനിലുണ്ടോ ബുഖാരിയിലുണ്ടോ എന്നൊക്കെ ഒരു ചോദ്യമായിരിക്കും അവരുടെ അടുത്ത് ഉണ്ടാവുക. ഈ ഖുർആനും ബുഖാരിയും മാത്രമേ ഇസ്ലാമിൻ്റെ ദീനി വിശ്വാസ കാര്യങ്ങളിലൊക്കെ പ്രമാണമായിട്ട് അംഗീകരിക്കാൻ പറ്റുള്ളൂ. ബാക്കി കുറേ ഹദീസിൻ്റെയും കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളൊന്നും ഇവർ അംഗീകരിക്കുന്നില്ല. അതിനെക്കുറിച്ചൊന്ന് വിശദീകരിച്ചാൽ. ഖുർആനിലുണ്ടോ ബുഖാരിയിലുണ്ടോ മുസ്ലിമിലുണ്ടോ എന്നൊക്കെ അവർ ചോദിക്കുന്നത് സുന്നികളോടാണ്. സുന്നികൾ ആ കാര്യങ്ങൾക്ക് വ്യക്തമായ മറുപടി ഓരോ വിഷയത്തിലും നൽകാറുമുണ്ട്. അതേ സമയത്ത് ഇവരുടെ വാദങ്ങൾക്ക് ഖുർആനോ അല്ലെങ്കിൽ ബുഖാരിയോ മുസ്ലിമോ ഒന്നും ഇവർക്ക് ബാധകമല്ല. ഖുർആനിൽ വളരെ വ്യക്തമായി അല്ലാഹു തആല നിർദ്ദേശിച്ച കാര്യങ്ങൾ, ഹദീസിൽ വളരെ വ്യക്തമായി മനസ്സിലാക്കാവുന്ന കാര്യങ്ങളൊന്നും ഇവർക്ക് ആ ആശയം പറ്റില്ല എങ്കിൽ ഇവർ തെളിവായി അംഗീകരിക്കുകയില്ല. അപ്പോൾ മഹാത്മാക്കളെ സംബന്ധിച്ചിടത്തോളം അവർ നിങ്ങളുടെ സഹായികളാണ് എന്ന് അല്ലാഹു തആല പറഞ്ഞതാണ്, വളരെ വ്യക്തമായി പറഞ്ഞ കാര്യമാണ്. എന്നാൽ അവർ സഹായികളാണെന്ന് നമുക്ക് പറഞ്ഞുകൂടാ, അവരുടെ സഹായം നമുക്ക് അപേക്ഷിച്ചുകൂടാ എന്നുള്ളതാണ് ഇവരുടെ കാഴ്ചപ്പാട്. ഖുർആനിൽ ഒരുപാട് സൂക്തങ്ങൾ പരിശോധിച്ചാൽ മഹാത്മാക്കൾ നമ്മെ സഹായിക്കുമെന്ന് പറയുന്നത് കാണാൻ സാധിക്കും. ഇവിടെ ആ ഇരുമ്പുഴിയിൽ ഈ കാര്യം പറഞ്ഞപ്പോൾ അള്ളാഹു അല്ലാത്തവർ സഹായിക്കുമോ, അവരുടെ സഹായം ചോദിക്കാൻ പറ്റുമോ എന്നത് സംബന്ധിച്ച് ഒരു മുജാഹിദ് സുഹൃത്ത് ചോദിച്ചപ്പോൾ മറുപടി പറഞ്ഞു, ഉമയ തവല്ലല്ലാഹു വറസൂലഹു വല്ലദീന ആമനു ഫഇന്ന ഹിസ്ബല്ലാഹി ഹുമുൽ ഗാലിബൂൻ. അള്ളാഹുവെയും റസൂലിനെയും സത്യവിശ്വാസികളെയും സഹായികളാക്കുന്നവർ വിജയികളാണെന്ന് വരെ അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട് എന്ന്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്നാലും സഹായം ചോദിക്കണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞു, സഹായം ചോദിക്കണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടോ? അവരെ സഹായികളാക്കുന്നവർ വിജയികളാണെന്ന് പറഞ്ഞാൽ പിന്നെ സഹായികളാക്കിയല്ലേ, പിന്നെ അതൊന്ന് വേറെ പറയണോ? വേറെ പറഞ്ഞിട്ടില്ല എന്നല്ല ഈ പറയുന്നത്, അതൊന്നും പിന്നെ വേറെ പറയേണ്ട ആവശ്യമുണ്ടോ? ഇപ്പോൾ നമ്മൾ തിരിച്ചു ചോദിച്ചു, ഇപ്പോൾ ഖുർആനിൽ അല്ലാഹു തആല തേന് രോഗനിവാരണ ശക്തിയുള്ള ഔഷധമാണ് എന്ന് പറഞ്ഞു. ഫീഹി ശിഫാഉൽ ലിന്നാസ്, ജനങ്ങൾക്കതിൽ രോഗനിവാരണമുണ്ട് എന്ന് അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞു. എങ്കിൽ പിന്നെ തേൻ ആവശ്യമുള്ളവനോട് വേറെ അള്ളാഹ് വിളിച്ചിട്ടാ, അപ്പോൾ നിനക്ക് തേനിൻ്റെ ആവശ്യമുണ്ട്, ഈ പോയിട്ട് പിന്നെ തേൻ വാങ്ങിക്കോ, പിന്നെ അതുകൊണ്ട് വന്ന് അത് കഴിഞ്ഞാൽ പിന്നെ ഇനിയിപ്പോൾ എൻ്റെ തീർന്നിരിക്കണ് രണ്ടാമത് പോയി വാങ്ങിക്കോ എന്നൊന്നും അല്ലാഹു തആല പറയേണ്ട ആവശ്യമില്ല. തേനിൽ നിങ്ങൾക്ക് ശിഫയുണ്ടെന്ന് പറഞ്ഞാൽ തേൻ ഉപയോഗപ്പെടുത്താം. അതേ സമയത്ത് ശറഅ് വിരോധിച്ച വസ്തുക്കൾ ഉപയോഗിക്കാൻ പാടില്ല, അത് വിരോധം കൊണ്ട് സ്ഥിരപ്പെടുന്നതാണ്. അള്ളാഹ് അനുവദിച്ച കാര്യങ്ങൾ, അള്ളാഹ് അതിൽ പുണ്യമുണ്ട് എന്ന് പറഞ്ഞ കാര്യങ്ങൾ, അതിൻ്റെ പുണ്യങ്ങളൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താം. അതുപോലെ അല്ലാഹു തആല പറഞ്ഞില്ലേ, ഒട്ടകങ്ങളെയും കുതിരകളെയും ഒക്കെ നിങ്ങൾക്ക് വഴിപ്പെടുത്തി നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി. എന്നാൽ പിന്നെ നമുക്ക് ആവശ്യമുള്ളപ്പോൾ എന്നാടാ അപ്പോൾ പോയി കാറ് വാങ്ങിക്കോ, പിന്നെ ഇപ്പോൾ പോയി കുതിരനെ വാങ്ങിക്കോ, ഒട്ടകം വാങ്ങിക്കോ എന്ന് പറയോ? അതൊന്നുമില്ല. അത് അള്ളാഹുവിൻ്റെ ആ പറഞ്ഞ ആ കൽപ്പന, ആ ആശയം തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ മൃഗങ്ങളൊക്കെ പടച്ചെയ്യുന്നതിൻ്റെ അർത്ഥം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഖുർആനിൽ വളരെ നെസ്സായിട്ടുള്ള സംഗതികൾ, ഹദീസുകളിൽ വളരെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ തന്നെ ഇവർക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ഇവർ അംഗീകരിക്കുമല്ല, അംഗീകരിക്കില്ല. അതാണ് ഇവരിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. സമ്പൂർണ്ണ ഇസ്ലാം വീണ്ടെടുക്കുക എന്ന പേരിൽ
ഈ അടുത്ത് ഒരു വിഭാഗം സുന്നികൾ എന്ന് പറയപ്പെടുന്ന ആളുകൾ ഒരു സമ്മേളനം നടത്തുകയുണ്ടായി. അതിൻ്റെ പ്രചരണത്തോടനുബന്ധിച്ച് അവർ ഒരു ലഘുലേഖ ഇറക്കിയിരുന്നു. അതിൽ പറയുന്നത് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് പല ആളുകളും ബൈഅത്ത് സ്വീകരിച്ചിരുന്നു. അതുപോലെ തന്നെ പരലിൽ നിന്നും ബൈഅത്ത് സ്വീകരിക്കാൻ വേണ്ടി പല സഹാബികളെ നിശ്ചയിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അയക്കുകയും ചെയ്തിട്ടുണ്ട്. അവരൊക്കെ ചെയ്തു കൊടുത്തിരുന്നത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹി എന്ന തൗഹീദ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും അതുപോലെ തന്നെ യാ അയ്യുഹൻ നബി ഇദാ ജാഅക്കൽ മുഅ്മിനാത്തു യുബായിഉനക അലാ അല്ലാ യുശ്രികു ബില്ലാഹി എന്ന കാര്യങ്ങളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറയുകയും ചെയ്തു എന്ന് പറഞ്ഞ ഹദീസുകളുണ്ട്. ആ പണിയാണ് ഇപ്പോൾ ഡോക്ടർ യൂസുഫ് സുൽത്താൻ എന്ന ആളുകൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പക്കൽ നിന്ന് യഥാർത്ഥ ഇസ്ലാം കിട്ടിയും ഈമാൻ കിട്ടി മരിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകളെല്ലാവരും അതേപോലെ ബൈഅത്ത് ചെയ്ത് സ്വീകരിക്കണം എന്ന് ഒരു ലഘുലേഖയിൽ കണ്ടു. ഇതിനെക്കുറിച്ച് ചെറിയ വിശദീകരണം ആവശ്യപ്പെടുന്നു. നമ്മുടെ രാജ്യത്ത് ഓരോ വിഭാഗവും അവരുദ്ദേശിക്കുന്ന കാര്യങ്ങൾ പ്രചാരണം ചെയ്യുന്നുണ്ട്. ഓരോ വിഭാഗത്തിനും അവരവരുടേതായ വീക്ഷണങ്ങളും ഭരണഘടനയും ഒക്കെയുണ്ട്. ചിലർക്ക് ഭരണഘടന ഉണ്ടാകില്ല, അവർക്ക് അവരുടേതായ വീക്ഷണങ്ങൾ ഉണ്ടായിരിക്കും, അവർക്ക് അവരുടേതായ നേതാക്കളുണ്ടായിരിക്കും. അവരവരുടേതായ ആ വീക്ഷണങ്ങളിലേക്കും അവരുടെ സംഘടനകളിലേക്കും ഒക്കെ ക്ഷണിക്കുമ്പോൾ പ്രധാനമായി അവരവരുടെ നേതാക്കളെ തന്നെ പറയും, ഇന്നത് ഇന്ന ആളെടുത്താണ്, മറ്റാളെടുത്താണ്, അയാളെ തന്നെ സമീപിക്കണമെന്ന്. എന്നാൽ ഇവിടെ ഈ ചോദ്യത്തിൽ പറഞ്ഞതുപോലെ ഉള്ള ഒരാളെ സമീപിക്കണം എന്നതിന് പ്രത്യേകിച്ച് ഒരു രേഖയുമില്ല. ഈ രാജ്യത്ത് തെരീഖത്തിൻ്റെ പേരിലും ശരീഅത്തിൻ്റെ പേരിലുമൊക്കെ ഒരുപാട് ആളുകൾ രംഗത്ത് വരാറുണ്ട്. അതൊന്നും എല്ലാവർക്കും ഉൾക്കൊള്ളാനും കഴിയില്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഓരോ കാലത്തും അക്കാലത്ത് പ്രവർത്തിക്കുന്ന പണ്ഡിതന്മാർ, ദീനിൻ്റെ പണ്ഡിതന്മാർ, ആ പണ്ഡിതന്മാരുടെ കൂട്ടായ്മയായ അവരുടെ സംഘടനാ നേതൃത്വമുണ്ട്, വ്യക്തികളായിട്ടുള്ള മഹാന്മാരായ പണ്ഡിതന്മാരെല്ലാമുണ്ട്. അങ്ങനെയുള്ള പണ്ഡിതന്മാരുമായി ബന്ധപ്പെട്ട് ദീനിൻ്റെ കാര്യങ്ങൾ ചോദിച്ച് പഠിച്ച് അത് നടപ്പിൽ വരുത്തുക, ഇതാണ് ആവശ്യമായിട്ടുള്ളത്. ഇമാം ദസൂഖി പറഞ്ഞൊരു ഒരു കാര്യമുണ്ട്. ഇമാം ദസൂഖി എന്ന് പറഞ്ഞാൽ തെരീഖത്തിൻ്റെ ഷെയ്ഖന്മാരുടെ ഷെയ്ഖാണ്. ലോകത്തറിയപ്പെട്ട 4 കുത്തുബുകളിൽ ഒരാളാണ് ഇമാം ദസൂഖി. ഇത് നാം മനസ്സിലാക്കണം. ഒന്ന് സയ്യിദ് അബ്ദുൽ ഖാദിർ ജിലാനി, മറ്റൊന്ന് അഹമ്മദുൽ ബദവി, മറ്റൊന്ന് അഹമ്മദുൽ റിഫായി, പിന്നെ ഇബ്രാഹിം ദസൂഖി. ഇബ്രാഹിം ദസൂഖി റളിയല്ലാഹു തആല എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. ഒരു യഥാർത്ഥ പണ്ഡിതൻ, അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിൻ്റെ പണ്ഡിതൻ, അദ്ദേഹം ദീനിനെക്കുറിച്ച് വേണ്ട വിധം മനസ്സിലാക്കുകയും ആ മനസ്സിലാക്കിയത് പ്രകാരം അദ്ദേഹം ഇബാദത്ത് ചെയ്യുകയും സുന്നത്തായ കാര്യങ്ങളും ഫർളായ കാര്യങ്ങളൊക്കെ നിർവഹിക്കുകയുമാണെങ്കിൽ പിന്നെ അയാൾ ഏതെങ്കിലും ഷെയ്ഖിനെ, ഏറ്റവും ഉയർന്ന ഒരു ഷെയ്ഖിനെ കയ്യിൽ കിട്ടുമ്പോൾ മാത്രമേ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടുള്ളൂ. അല്ലെങ്കിൽ അയാളുടെ തന്നെ ശരീരത്തിൻ്റെ ഷെയ്ഖാണ്, അയാളുടെ ഇൽമനുസരിച്ച് ചെയ്താൽ മതി എന്ന് പറയുന്നു. ഇന്നത്തെ കാലത്ത് ഒരുപാട് ഷെയ്ഖന്മാരിങ്ങനെ ഏറിഞ്ഞ് നടക്കുകയാണ്. അവർക്ക് വന്നു കൂടുതൽ മുരീദന്മാരെക്കാളും കൂടുതൽ ഷെയ്ഖന്മാരാണ്. ഈ വരുന്നവരൊക്കെ ഷെയ്ഖായി അംഗീകരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ വലിയ അബദ്ധമായിരിക്കും. അതുകൊണ്ട് അങ്ങനെയുള്ള പ്രചാരണങ്ങളിലൊന്നും വഞ്ചിതരാകരുത് എന്നാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് പറയാനുള്ളത്. പണ്ഡിതന്മാരെല്ലാവരും അംഗീകരിക്കുന്ന ഓരോ കാലഘട്ടത്തിലും പണ്ഡിതന്മാരുണ്ടാവും, ഓരോ കാലഘട്ടത്തിലും അവരെ എതിർക്കുന്നവരും ഉണ്ടാവും. ദീനിനെ സംബന്ധിച്ചിടത്തോളം അന്തിമമായി പറയേണ്ടത് പണ്ഡിതന്മാരാണ്. ഷഹീദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാ ഹുവ വൽ മലായികത്തു വ ഉലുൽ ഇൽം. ഖുർആനിൽ ഉലുൽ ദിക്റിൻ്റെ ആളുകാരെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വസ്തുതയുടെ ആധികാരികമായ പ്രഖ്യാപനം, ആധികാരികമായി ദീനിൻ്റെ തീരുമാനം അത് പണ്ഡിതന്മാരാണ്. ഷഹീദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാ ഹുവ വൽ മലായികത്തു വ ഉലുൽ ഇൽം. അള്ളാഹു സാക്ഷിയാണ്, മലക്കുകൾ സാക്ഷിയാണ്, ഉലുൽ ഇൽമും സാക്ഷിയാണ് എന്നാ. അപ്പോൾ പണ്ഡിതന്മാരെ അംഗീകരിക്കുക, പ്രത്യേകിച്ച് പണ്ഡിതന്മാരുടെ കൂട്ടായ്മ അംഗീകരിക്കുക, അതാണ് ഓരോ വ്യക്തിക്കും കരണീയമായിട്ടുള്ളത്. അല്ലാതെ ഇങ്ങനെ ഈ പെട്ടിക്കച്ചവടക്കാരുണ്ടല്ലോ, അവർ കയ്യിലൊരു മരുന്ന്, ഇത് ലോകായാലോ എല്ലാ ക്യാൻസറിനും എല്ലാ പരിപാടിക്കും സുഖമാവും മരുന്നാണെന്ന് പറയും. അത് കുടിച്ചാലെല്ലാം മാറും ചെയ്യും, പിന്നെ മരുന്നൊന്നും കഴിക്കേണ്ടി വരില്ല. അതേ ജാതി പരിപാടികളാണ്, വഞ്ചിതരാകരുത്. മുജാഹിദുകളെ, പൊതുജനങ്ങളായ സുന്നികളെ ആശയക്കുഴപ്പത്തിലാക്കുവാൻ വേണ്ടിയിട്ട് പറയാറുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞിരിക്കുന്നു, ഉദൂനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് ചോദിക്കുക, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും. അതുപോലെ തന്നെ അലൈസല്ലാഹു കാഫിം ബി അബ്ദിഹി, തൻ്റെ അടിമക്ക് അള്ളാഹു മതിയായവനല്ലേ. സൂറത്തുൽ ജിന്നിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, വഅന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദ്ഉ മഅല്ലാഹി അഹദ, നിശ്ചയം പള്ളികൾ അള്ളാഹുവിനുള്ളതാണ്, അള്ളാഹുവിനോട് കൂടെ നിങ്ങൾ ആരെയും വിളിച്ച് പ്രാർത്ഥിക്കരുത്. പിന്നെ എങ്ങനെയാണ് ഇസ്തിഗാസ
അനുവദനീയവുമാവുക. ഇതിന് അള്ളാഹു എതിരല്ലേ? ഈ എതിരായൊരു പ്രവർത്തനത്തിലേക്ക് മക്കാ മുശ്രിക്കുകൾ ഇതിനെതിരായിട്ട് അവർ ബിംബങ്ങളെ വസീലയായി സ്വീകരിച്ചത് കൊണ്ടാണ് അവർ മുശ്രിക്കുകളായത്, അല്ലാതെ അള്ളാഹുവിനെ അംഗീകരിക്കാത്തത് കൊണ്ടല്ല എന്ന് മുജാഹിദുകൾ സർവ്വസാധാരണ കവലത്തോറും പ്രസംഗിച്ച് നടക്കുന്നുണ്ട്. ഇതിന് വ്യക്തമായ ഒരു വിശദീകരണം ഉസ്താദിൽ നിന്നും പ്രതീക്ഷിക്കുന്നു. ഉദൂനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നെ വിളിക്കുക, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം എന്ന് ഈ ആയത്തിന് അർത്ഥം പറഞ്ഞുകൊണ്ട് മറ്റാരെയും വിളിക്കാൻ പാടില്ല. മറ്റാരെയെങ്കിലും വിളിക്കുന്നത് ഇതടക്കമുള്ള സൂക്തങ്ങൾക്ക് വിരുദ്ധമാണ്. അത് മതത്തിൽ നിന്ന് തെറിച്ചു പോകുന്ന ബഹുദൈവ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് എന്നാണ് മറ്റുള്ളവർ പറയുന്നത്. ഇവിടെ നാം വളരെ ഗാഢമായി ചിന്തിക്കേണ്ടതും, നിങ്ങൾ എന്നെ വിളിക്കൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം എന്ന് പറയുമ്പോൾ വിളിക്കൂ എന്ന് പറഞ്ഞാൽ എന്ത് വിളിയാണ്? ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാമെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അത് നാം വളരെ വ്യക്തമായി മനസ്സിലാക്കണം. ഇവിടെ ഒരുപാട് നിലയ്ക്ക് ചിന്തിക്കാനും. നിങ്ങൾ നോക്കൂ, ബുഖാരിയും മുസ്ലിമും ഒക്കെ ഉദ്ധരിക്കുന്ന ഒരു സ്വഹീഹ ഹദീസിൽ കാണാം, ഹഖുൽ മുസ്ലിമി അലൽ മുസ്ലിമി സിത്തുൻ, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമുമായി പാലിക്കേണ്ട കടമകൾ 6 ഉണ്ട്. 1, ഇദാ ലഖീതഹു ഫസല്ലിം അലൈഹി, അവനെ കണ്ടാൽ അഭിവാദനങ്ങൾ അർപ്പിക്കുക, സലാം പറയുക. 2, ഇദാ ലഖീതഹു ഫസല്ലിം അലൈഹി വഇദാ ദഅക ഫഅജ്ബുഹു, അവൻ നിന്നെ വിളിച്ചാൽ നീ ഉത്തരം നൽകുക. അവൻ നിന്നെ വിളിച്ചാൽ നീ ഉത്തരം നൽകുക. അപ്പോൾ ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമുമായുള്ള കടമ 6 ആണ്. 1, കണ്ടാൽ അഭിവാദനങ്ങൾ അർപ്പിച്ച് സലാം പറയുക. മറ്റൊന്ന്, അവൻ വിളിച്ചാൽ നീ ഉത്തരം നൽകുക. ഇത് പ്രവാചകൻ പഠിപ്പിച്ചതാണ്. നിങ്ങൾ എന്നെ വിളിക്കുക, ഞാൻ ഉത്തരം നൽകാം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനം, എന്ന് പടച്ചവൻ പറഞ്ഞു, അതിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റാരെയും വിളിക്കാൻ പാടില്ല, വിളിച്ചാൽ ഉത്തരം ചെയ്യാനും പാടില്ല എന്നാണെങ്കിൽ പിന്നെ അവൻ നിന്നെ വിളിച്ചാൽ നീ ഉത്തരം നൽകണം എന്ന് എങ്ങനെ പ്രവാചകൻ പറയും? പ്രവാചകർക്ക് ഈ ഖുർആൻ മനസ്സിലായിട്ടില്ല എന്നല്ലേ വിചാരിക്കുക? അപ്പോൾ അള്ളാഹു പറഞ്ഞ എന്നെ വിളിക്കുക എന്ന് പറഞ്ഞ വിളി ഏത്? നിന്റെ സ്നേഹിതൻ നിന്നെ വിളിച്ചാൽ നീ ഉത്തരം നൽകണം എന്ന് പറഞ്ഞ വിളി ഏത്? രണ്ടിനും ദുആ എന്ന പ്രയോഗമാണ് നടത്തിയിട്ടുള്ളത്. രണ്ടിനും ഒരേ ധാതുവിൽ നിന്നുള്ള പ്രയോഗമാണ് പ്രവാചകൻ ഇവിടെ നടത്തിയിട്ടുള്ളത്. അപ്പോൾ എന്നെ നിങ്ങൾ വിളിക്കുക എന്ന് അല്ലാഹു തആല പറഞ്ഞു. നിന്നെ നിന്റെ സഹോദരൻ വിളിച്ചാൽ ഉത്തരം നൽകണമെന്ന് പ്രവാചകനും പറഞ്ഞു. അപ്പോൾ ഇത് തമ്മിൽ എതിരാകാൻ പാടില്ല. ഇതുകൊണ്ട് തന്നെ നിങ്ങൾ നോക്കൂ, എന്നെ നിങ്ങൾ വിളിക്കുക, ഞാൻ ഉത്തരം നൽകാം എന്നതിൻ്റെ വിശദീകരണമായി പരിശുദ്ധ ഖുർആന്റെ വ്യാഖ്യാനം എഴുതിയ മഹാന്മാരായ പൂർവകാല പണ്ഡിതന്മാർ എല്ലാവരും 100% അവർ ഇതിന് എഴുതിയിട്ടുള്ളത്, എന്നെ നിങ്ങൾ ആരാധിക്കുക, എന്നെ വിളിക്കുക എന്ന് പറഞ്ഞാൽ എന്നെ നിങ്ങൾ ഇബാദത്ത് ചെയ്യുക, ആരാധിക്കുക, എങ്കിൽ അതിൻ്റെ പ്രതിഫലം ഞാൻ നിങ്ങൾക്ക് നൽകുമെന്ന്. ഇയ്യാക നഅ്ബുദു, പടച്ചവനെ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു എന്ന് പറഞ്ഞ ആ ആരാധന അത് അല്ലാഹു തആലാക്ക് മാത്രമേ പാടുള്ളൂ. ഇതാണ് വിളിച്ചു പ്രാർത്ഥന എന്നൊക്കെ പറയുന്നത്. അള്ളാഹുവിനെ വിളിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക. എന്താ ഇബാദത്ത്? അതൊരു അറബി പദമാണ്. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ അതിനും നാം ആരും സ്വന്തമായ അർത്ഥം പറയേണ്ടതില്ല. മുസ്ലിം ലോകത്തെ പണ്ഡിതന്മാർ വിശദമായി പറഞ്ഞു, ഇബാദത്ത് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു സൃഷ്ടി, ഒരു വ്യക്തി, അവൻ്റെ എല്ലാവിധ സ്നേഹവും, ഏറ്റവും ഉയർന്ന സ്നേഹം, ഏറ്റവും വലിയ ബഹുമാനം, അവൻ്റെ ഏറ്റവും വലിയ വിനയം, ഇതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള അവൻ്റെ വാക്ക്, പ്രവൃത്തി എന്നതാണ് ഇബാദത്ത്. അങ്ങനെയുള്ള ഏറ്റവും ഉയർന്ന സ്നേഹവും ഏറ്റവും ഉയർന്ന ഭയവും ഏറ്റവും വലിയ വിനയവും എല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുള്ള പ്രവൃത്തി, ആ അംഗീകരണം അല്ലാഹു തആലാക്ക് മാത്രമേ പാടുള്ളൂ. കാരണം അവനാണ് ഏറ്റവും വലിയ ശക്തൻ, ഏറ്റവും വലിയ അനുഗ്രഹി, അവനെ പറ്റൂ. ഇതാണ് ഇബാദത്ത്. ഈ ഇബാദത്താണ് എന്നെ വിളിക്കണം എന്നതിൻ്റെ അർത്ഥം. അങ്ങനെ നിങ്ങൾ എന്നെ വിളിച്ചാൽ ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകുമെന്നാണ് പറഞ്ഞത്. ആ ഇബാദത്ത് ഞാൻ സ്വീകരിക്കും. നേരെ മറിച്ച് ഇത് പഠിപ്പിച്ച ആ പ്രവാചകൻ പറയുന്നു, നിന്റെ സ്നേഹിതൻ നിന്നെ വിളിച്ചാൽ നീ ഉത്തരം നൽകണം. ആ വിളി ഏതാണ്? അതിനും ദുആ എന്ന് തന്നെയാണ് പറയുന്നത്, അതിനും വിളി എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷെ ആ വിളി ഏതാണ്? ഒന്നുകിൽ അവൻ്റെ ഒരു കല്യാണത്തിന് നിങ്ങളെ വിളിച്ചു, അല്ലെങ്കിൽ അവൻ്റെ ഒരു കട ഉദ്ഘാടനത്തിന് അവൻ നിങ്ങളെ വിളിച്ചു, അല്ലെങ്കിൽ അവൻ നിങ്ങളെ ഒരു പ്രയാസമുണ്ടായി ആ സമയത്തൊന്ന് ഓടിവാന്ന് വിളിച്ചു. ഇങ്ങനെയുള്ള വിളികൾ
ചിലപ്പോൾ അവൻ നിങ്ങളെ വിളിക്കുന്നത് വല്ല സഹായത്തിനും വേണ്ടി വിളിക്കുകയായിരിക്കും, അല്ലെങ്കിൽ അവൻ്റെ കല്യാണത്തിന് വിളിക്കുകയായിരിക്കും, അല്ലെങ്കിൽ അവൻ്റെ വീട്ടിൽ ആരെങ്കിലും മരിച്ച് അവൻ നിങ്ങളെ വിളിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ അതാതിൻ്റെ ശൈലിയിൽ നിങ്ങൾ ഉത്തരം ചെയ്തിരിക്കണം എന്നാണ് ആ പറഞ്ഞത്. ആ വിളി ഇവിടെ സഹായ സഹകരണത്തിനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടിയുള്ള വിളിയാണ്. അത് പരസ്പരം ചെയ്യുന്നതാണ്. അത് ചെയ്തവനും ചെയ്യപ്പെടുന്നവനും മുശ്രിക്കുകളാണ്, ബഹുദൈവ വിശ്വാസികളാണ് എന്ന് ആരും പറയില്ലല്ലോ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ ഉള്ള ഇസ്ലാം അനുവദിച്ച ഒരുപാട് വിളികളും സൽക്കാരങ്ങളും ഒരുപാട് സ്വീകരണങ്ങളും എല്ലാം ഉണ്ട്. അതിനും ഉപയോഗിക്കൽ വിളി എന്ന് തന്നെയാണ്, ദുആ തന്നെയാണ് ഉപയോഗിക്കുക. എങ്കിൽ പിന്നെ ഉദൂനി അസ്തജിബിലക്കും എന്നെ മാത്രം വിളിക്കുക എന്ന് പറഞ്ഞാൽ എന്നെ മാത്രം കല്യാണത്തിന് വിളിക്കുക എന്ന് അർത്ഥം വെക്കാൻ പറ്റുമോ? എന്നെ മാത്രം കട ഉദ്ഘാടനത്തിന് വിളിക്കണം എന്ന് അർത്ഥം പറയാൻ പറ്റുമോ? മരിച്ചത് എന്നെ മാത്രം അറിയിക്കണം എന്ന് പറയാൻ പറ്റുമോ? അതൊന്നുമല്ലല്ലോ. അപ്പൊ അല്ലാഹു തആലയെ വിളിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ബഹുമാനം, ഏറ്റവും വലിയ ആദരവ്, ഏറ്റവും വലിയ വിനയം, ഏറ്റവും വലിയ ഭയമെല്ലാം ഉൾക്കൊള്ളുന്ന വിധത്തിലുള്ള ആരാധന കർമ്മം അല്ലാഹു തആലക്ക് മാത്രം. മറ്റുള്ള വിളികളൊക്കെ നിങ്ങളുടെ സൗകര്യം പോലെ ശറഈ എതിർക്കാത്ത, വിരോധിക്കാത്ത, നിയമം വിരോധിക്കാത്ത ഏത് വിളിയും നിങ്ങൾക്ക് വിളിക്കാം. ജീവിച്ചിരിക്കുന്നവരെ നിങ്ങൾക്ക് വിളിക്കാം. ഇനി ഒരാൾ കാതുപൊട്ടനാണ് എന്നാലും എവിടോ എന്ന് പറഞ്ഞ് വിളിക്കാം. പക്ഷെ ആ വിളി വെറുതെ ആയിരിക്കുന്നു മാത്രം. പക്ഷെ ആ വിളി കൊണ്ട് ഇവൻ മതത്തിൽ നിന്ന് പുറത്തുപോയി എന്ന് പറയാൻ പറ്റില്ല. സാധാരണക്കാരെ വിളിക്കാം. ആ സാധാരണക്കാരിൽ വളരെ കഴിവുള്ളവരെ വിളിക്കാം. വലിയ വലിയ ശാസ്ത്രജ്ഞന്മാരുണ്ട്, അവരെ വിളിക്കാം. സാധാരണ ഒരു വിവരവുമില്ലാത്തവരെ വിളിക്കാം. എന്നാൽ ജനങ്ങളിൽ ആത്മീയമായി ഉയർന്ന അല്ലാഹു പ്രത്യേകമായ ദൈവികമായ ആത്മീയമായ വലിയ ശക്തി നൽകിയ ഔലിയാക്കൾ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ടവരെ വിളിക്കാം. അവർക്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹു അവരെ ജീവിതകാലത്തും മരണകാലത്തും അവരെ അനുഗ്രഹിച്ചവരാണ്. അവർ നിങ്ങളെ സഹായികളാണ്, അവർ നിങ്ങളുടെ കൂട്ടുകാരാണ് എന്നൊക്കെ അല്ലാഹു തആല പറഞ്ഞെങ്കിൽ അവരെയും വിളിക്കാം. ഈ വിളിക്കുന്നതിനൊന്നും ഖുർആൻ എതിരല്ല, ഹദീസ് എതിരല്ല. മാത്രമല്ല ഇവരെയൊക്കെ വിളിക്കണം, അവരെ സഹായികളാക്കണമെന്ന് ഖുർആനിൽ വളരെ വ്യക്തമായി അല്ലാഹു തആല നിർദ്ദേശവുമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്നെ വിളിക്കുക, ഉത്തരം ഞാൻ നൽകും എന്നതിൻ്റെ അർത്ഥം നിങ്ങൾ എന്നെ ഇബാദത്ത് ചെയ്യുക, ഞാൻ അതിന് പ്രതിഫലം നൽകും. വേറെ ആരെയും ഇബാദത്ത് ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ ഞാൻ ശിക്ഷിക്കും എന്നാണ്. ഇസ്തിഗാസ നടത്തുന്ന സുന്നികളെ വിഡ്ഢികളാക്കുവാൻ വേണ്ടിയിട്ട് മുജാഹിദുകൾ ഓതുന്ന ഒരു ആയത്തിന്റെ ശകലമാണ് വമാ അൻത ബിമുസ്മിഇൻ മൻ ഫിൽ ഖുബൂർ. നബിയെ, അങ്ങേക്ക് ഒരിക്കലും തന്നെ ഖബറിൽ കിടക്കുന്നവരെ കേൾപ്പിക്കുവാൻ കഴിയുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കേൾപ്പിക്കുവാൻ കഴിയില്ലെങ്കിൽ പിന്നെ ആർക്കാണ് കേൾപ്പിക്കുവാൻ കഴിയുക? ഈ ആയത്തെ ഉദ്ധരിച്ചുകൊണ്ട് ഖബറിൽ കിടക്കുന്നവരെ, മരിച്ചവരെ അവർക്ക് കേൾപ്പിക്കുവാൻ സാധിക്കുകയില്ല, അവർക്ക് കേൾക്കുവാൻ സാധിക്കുകയില്ല എന്ന് മുജാഹിദുകൾ വാദിക്കുന്നുണ്ട്. ഈ ഒരു വാദവുമായിട്ട് ഈ ആയത്തിൻ്റെ ശകലത്തിൻ്റെ യഥാർത്ഥ വിശദീകരണം എന്താണെന്നും മരിച്ചവർ കേൾക്കുമോ എന്നതിൻ്റെ ഒരു വിശദീകരണവും പ്രതീക്ഷിക്കുന്നു. വമാ അൻത ബിമുസ്മിഇൻ മൻ ഫിൽ ഖുബൂർ. ഖബറുകളിൽ ഉള്ളവരെ നിങ്ങൾ കേൾപ്പിക്കുകയില്ല എന്ന് അല്ലാഹു തആല പറഞ്ഞു. അതുകൊണ്ട് മരിച്ചുപോയ ആരും കേൾക്കുകയില്ല എന്നാണ് ചിലർ അർത്ഥമാക്കുന്നത്. ഇവിടെ നാം മറ്റൊരായത്തു കൂടി ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ഇന്നക ലാ തഹ്ദി മൻ അഹ്ബബ്ത. തീർച്ചയായും താങ്കൾ ഇഷ്ടപ്പെടുന്നവരെ താങ്കൾ ഹിദായത്തിലാക്കുകയില്ല, താങ്കൾ ഇഷ്ടപ്പെടുന്നവരെ താങ്കൾ നിർവഹിക്കാക്കുകയില്ല. താങ്കൾ നിർവഹിക്കാക്കുകയില്ല എന്ന് പറഞ്ഞാൽ ആ താങ്കൾ ഇഷ്ടപ്പെടുന്നവർ ഒരിക്കലും നേർവഴിയിലാവുകയില്ല എന്നർത്ഥമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കുന്നവർക്ക് നേർവഴി ഉണ്ടാകാൻ പാടില്ലായിരുന്നു. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിന് നേർവഴി ഉണ്ടാകാൻ പാടില്ലായിരുന്നു. അപ്പോൾ താങ്കൾ ഇഷ്ടപ്പെടുന്നവരെ താങ്കൾ നേർവഴിക്കാക്കുകയില്ല എന്ന് പറഞ്ഞാൽ അവരെ നേർവഴിക്കാക്കുന്നത് ഞാനാണ് നബിയെ, അള്ളാഹുവാണ് അവരെ നിർവഹിക്കാക്കുക. ഹിദായത്തുകളെല്ലാം അള്ളാഹുവിൽ നിന്ന് ലഭിക്കേണ്ടതാണ്.
വല്ലാഹി ലൗലല്ലാഹു മഹ്തദൈന വലാ തസദ്ദഖ്ന വലാ സ്വല്ലൈന. ഇത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബാക്കളും ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ പ്രഖ്യാപിച്ച കാര്യമാണ്. അള്ളാഹുവാണ് സത്യം. അള്ളാഹു നമ്മെ ഹിദായത്താക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ നാം ഹിദായത്തിലാവുമായിരുന്നില്ല. വഹദൈനാഹു നജ്ദൈൻ എന്നാണല്ലോ അള്ളാഹു പറഞ്ഞത്. മനുഷ്യന് ഗുണവും ദോഷവും നാം കാണിച്ചു കൊടുത്തു, അങ്ങനെ ഗുണത്തിലേക്ക് അവന് നാം ദർശനം നൽകി എന്ന്. അപ്പോൾ ഇന്നകലാ തഹ്ദി മൻ അഹ്ബബ്ത, നിങ്ങൾ ഇഷ്ടപ്പെട്ടവരെ നിങ്ങൾ നേർവഴിക്ക് കൊണ്ടുവരികയില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ ഇഷ്ടപ്പെട്ടു എന്നതുകൊണ്ട് മാത്രം അയാളുടെ ഹിദായത്ത് സംഭവിക്കുന്നില്ല. ഇനി തങ്ങളുടെ ഇഷ്ടം അതിൽ സ്വാധീനം ചെലുത്തിയാൽ തന്നെ തീർച്ചയായും അള്ളാഹുവാണ് ഹിദായത്താക്കുന്നത് എന്ന്. ഇതുപോലെ ഒമാ അന്ത ബിമുസ്മിൻ മംഫിൽ ഖുബൂർ, ഖബറിലുള്ളവർ നിങ്ങൾ വിളിച്ച് കേട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ വിളിച്ചപ്പോൾ കേട്ടതാണ്, എൻ്റെ വിളി അവരെ കേൾപ്പിക്കുന്നതാണ്, അത് എൻ്റെ സ്വന്തമായ കഴിവാണ് എന്ന് വിചാരിക്കാൻ പാടില്ല. ഒമാ അന്ത ബിമുസ്മിൻ മംഫിൽ ഖുബൂർ, ഖബറുകളിലുള്ളവരെ നിങ്ങളല്ല കേൾപ്പിക്കുന്നത്, അത് അള്ളാഹു തന്നെയാണ് കേൾപ്പിക്കുന്നത്. ബദറിൽ കൊല്ലപ്പെട്ട മക്കത്തെ അവിശ്വാസികൾ അവിടെ ഒരു കുഴിയിലെറിയപ്പെട്ടു. അവരെല്ലാവരും മരിച്ചിരുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ കുഴിയുടെ അരികിൽ ചെന്ന് അവരെ ഓരോരുത്തരെയും വിളിച്ചു. യാ അബാ ജഹൽ, യാ ഉത്ബ, യാ ഷൈബ എന്നൊക്കെ അവരുടെ പേരുകൾ വിളിച്ച് അവർ സത്യത്തിനെതിരായി ഇവിടെ പ്രവർത്തിച്ച കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് ഇപ്പോൾ അള്ളാഹു നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത ആ ശിക്ഷ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്നൊക്കെ ചോദിച്ചു. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന സ്വഹീഹ ഹദീസാണ്. അപ്പോൾ ഇത് കേട്ടപ്പോൾ ഉമർ റളിയല്ലാഹു തആല ചോദിച്ചു, നബിയെ അതുകല്ലിമു അജ്സാദല്ല അർവാഹ ഫിഹാ, ആത്മാക്കളില്ലാത്ത വെറും ഡെഡ് ബോഡികളോടല്ലേ നിങ്ങൾ ഈ സംസാരിക്കുന്നത്, കേൾക്കുമോ? റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങൾ കേൾക്കുന്നതിലേറെ അവർ കേൾക്കും. എങ്ങനെയാ അവർ കേൾക്കുന്നത്? അള്ളാഹു കേൾപ്പിക്കും. മംഫിൽ ഖുബൂർ, ഒരു വലിയ ഖബറായിരുന്നു അവരെ എല്ലാവരും കൂടി. ആ വലിയ ഖബറിൽ എല്ലാവരും കൂടി മറമാണ്. അവിടെ അള്ളാഹു തആല കേൾപ്പിക്കും. അപ്പോ കേൾപ്പിക്കുന്നില്ല, ഹിദായത്താക്കുന്നില്ല എന്നെല്ലാം പറഞ്ഞാൽ മനുഷ്യന്റെ പരിധിയിൽപ്പെട്ട കാര്യമല്ല അത്. അള്ളാഹു മുഖേന അള്ളാഹു ആ കഴിവ് കൊടുക്കുന്നു. അള്ളാഹു ആ കഴിവ് ആർക്ക് കൊടുക്കുന്നു അവർ മുഖേനയും നടക്കും. അതാണ് ഈസാ നബി അലൈഹി സ്വലാം പറഞ്ഞ, മരിച്ചവരെ ഞാൻ ഹയാത്താക്കും, അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട്. പ്രസവത്തിലുള്ള കുഷ്ടും കുരുടും ഞാൻ സുഖപ്പെടുത്തും. അത് നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് ചെയ്യാനുള്ള അധികാരം എനിക്കുണ്ട്. പക്ഷേ അള്ളാഹുവാണെന്നുള്ള അധികാരം എനിക്ക് നൽകിയിരിക്കുന്നത്. അങ്ങനെയുള്ള അധികാരങ്ങൾ എന്ന് പറഞ്ഞാൽ അത് അള്ളാഹു ഇഷ്ടദാസന്മാർക്ക് കൊടുക്കുന്ന അധികാരങ്ങൾ അത് ഇത്രയേ കൊടുക്കാവൂ, റേഷൻ അടിസ്ഥാനത്തിലേ കൊടുക്കാവൂ. വീട്ടിൽ നിന്ന് ആ കാർഡ് കൊണ്ടുവന്ന് ആ കാർഡ് കാണിച്ച് അതിനൊരു നിശ്ചിത അളവിലേ കൊടുക്കാവൂ എന്നൊന്നുമില്ല. ഹിസാബ്, നീ വിചാരിച്ചവർക്ക് പടച്ചവനെ നീ കണക്കും കയ്യും പരിധിയുമില്ലാതെ നീ കൊടുക്കും. നമുക്കറിയാമല്ലോ ഭൗതിക ലോകത്തിൻ്റെ സ്ഥിതി എങ്ങനെയോ അതുപോലെ തന്നെ ആത്മീയ ലോകത്തിൻ്റെ സ്ഥിതി. ഭൗതിക ലോകത്ത് എത്ര വലിയ 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 അത്ഭുതങ്ങൾ കാണിക്കുന്ന ആൾ. അത്ഭുതങ്ങൾ എന്ന് പറഞ്ഞാൽ മുജ്ദത്ത് കറാമത്തി എന്നല്ല. ഇന്നത്തെ മൊബൈൽ സംവിധാനം, അതുപോലെയുള്ള ആധുനിക ശാസ്ത്ര രംഗത്തുള്ള സംവിധാനങ്ങൾ. ഒരു മനുഷ്യൻ്റെ വിരലൊന്ന് ചലിപ്പിച്ചാൽ, ഒരു ബട്ടൺ അമർന്നാൽ ലോകം മുഴുവനും ഇന്ന് ഉണ്ടാവുകയും ലോകം മുഴുവനും നശിക്കുകയും ചെയ്യുന്നു. ഇതെല്ലാം മനുഷ്യപുത്രന്മാർ, സാധാരണ മനുഷ്യർ 1ാം ക്ലാസ് 2ാം ക്ലാസ് 3ാം ക്ലാസ് അങ്ങനെ പഠിച്ച് അങ്ങനെ പിന്നെ ഒരു ഡിഗ്രി, പിന്നെ PG, അങ്ങനെ ഗവേഷണം, അങ്ങനെയായിട്ട് അവർ പടിപടിയായി പഠിച്ചു വരുന്നവരാണ്. പക്ഷേ ഇതൊക്കെ അള്ളാഹ് അറിയാതെ അള്ളാഹിനെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് ഇവർ കിട്ടിയ മഹാ കഴിവാണെന്ന് പറയാൻ സാധിക്കുമോ? ഇല്ല. എല്ലാം ഉമ്മാ തശാഊന ഇല്ലാ ഇൻഷാ അല്ലാഹ്. നിങ്ങളൊരു കാര്യം ഉദ്ദേശിക്കണമെങ്കിൽ തന്നെ അള്ളാഹ് ഉദ്ദേശിച്ചല്ല സാധ്യമല്ല എന്നാണ്. അപ്പോൾ മരിച്ചവർ കേൾക്കും. അവർ കേൾക്കും എന്ന് പറഞ്ഞാൽ അത് അവരുടെ സ്വന്തം കഴിവല്ല. ആരെങ്കിലും വിളിച്ചവരെ കേൾപ്പിക്കുന്നു എങ്കിൽ ആ കേൾപ്പിക്കുന്നവരുടെയും സ്വന്തം കഴിവല്ല, അതേ സമയത്ത് അല്ലാഹു തആല കൊടുക്കുന്ന കഴിവാണ്. ഇനി ഈ ആയത്തിന്റെ ബാക്കി കാണാം. ഒമാ അന്ത ബിമുസ്മി മംഫിൽ ഖുബൂർ ഇൻ തുസ്മിഉ ഇല്ലാ മൻ യുഅ്മിനു ബിആയാതിനാ. നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ അംഗീകരിക്കുന്നവരെയല്ലാതെ നിങ്ങൾ കേൾപ്പിക്കുന്നില്ല. നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ അംഗീകരിക്കുന്നവരെയല്ലാതെ നിങ്ങൾ കേൾപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അവിടെ നാം മനസ്സിലാക്കണം. അപ്പൊ ദൃഷ്ടാന്തങ്ങൾ അംഗീകരിക്കുന്നവരും അംഗീകരിക്കാത്തവരുമാണ് ഖബറിലെന്നും ഖബറിന്റെ പുറത്തൊന്നും പറഞ്ഞതിന്റെ അർത്ഥം.
അപ്പൊ വിഷയം തന്നെ മാറിപ്പോയി. ഇനി വളരെ വ്യക്തമായി ഇത് മരിച്ചവരെ വിളിക്കുന്നത് സംബന്ധിച്ചാണ് പറയുന്നതെങ്കിൽ അവിടെ നമുക്കതിനെ കുറിച്ച് പറയാനുള്ള ആദ്യം പറഞ്ഞതാണ്, നിങ്ങളല്ലേ കേൾപ്പിക്കുന്നു, അള്ളാഹുവാണ് കേൾപ്പിക്കുന്നത്, ബദറിൽ കൊല്ലപ്പെട്ടവരല്ല കേൾപ്പിച്ച പോലെ. മദ്ഹബുകളെ സംബന്ധിച്ച് ഇവിടെ പറഞ്ഞ് പ്രചരിപ്പിക്കപ്പെട്ടത് ഹിജ്റ 150 ശേഷമുള്ള മഹാന്മാരായ സ്വഹാബാക്കൾ, അതിനു മുമ്പുള്ള മഹാന്മാരായ സ്വഹാബാക്കളൊന്നും കാണിക്കാത്തൊരു മാതൃകയല്ല ഇത്. അങ്ങനെയെങ്കിൽ അല്ലാത്തൊരു മാതൃകയാണ് സുന്നികൾ മദ്ഹബുകളെ കൊണ്ട് ഇവിടെ നടത്തിപ്പോരുന്നത്, അതിനെ അംഗീകരിച്ചുകൊണ്ടും തഖ്ലീദ് കൊണ്ടുമൊക്കെ നടത്തിപ്പോരുന്നത്. ഇതൊരു നല്ല പൈതൃകമായിരുന്നുവെങ്കിൽ മഹാന്മാരായ ഖുലഫാ റാഷിദീങ്ങൾ അല്ലേ മദ്ഹബിൻ്റെ ഇമാമുകളാകേണ്ടിയിരുന്നത്? മഹാന്മാരായ ഖുലഫാ റാഷിദീങ്ങളും സ്വഹാബാക്കളും ചെയ്യാത്തൊരു പൈതൃകം ഇതെവിടെ നിന്ന് സുന്നികൾക്ക് കിട്ടിയെന്നൊക്കെ ചോദിക്കപ്പെടുന്നു. ഇതിനൊരു വിശദീകരണം ഈ ജനങ്ങൾക്ക് വേണ്ടി ആവശ്യപ്പെടുന്നു. മദ്ഹബ് ഒരു വിഷയമായിരുന്നെങ്കിൽ ഖുലഫാ റാഷിദുകളുടെ കാലത്ത് അത് ഉണ്ടാകേണ്ടതായിരുന്നു. ഖുലഫാക്കൾ മദ്ഹബിൻ്റെ ഇമാമുകളാകേണ്ടിയിരുന്നു. അതുണ്ടായിട്ടില്ലല്ലോ എന്നാണ് ചോദ്യം. യഥാർത്ഥത്തിൽ ഖുലഫാക്കൾ അവിടെ മദ്ഹബിൻ്റെ ഇമാമുകൾ മാത്രമായിട്ടല്ല പ്രവർത്തിച്ചത്. ഇസ്ലാം മതത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും അടിസ്ഥാന കേന്ദ്രമായിട്ടാണ് അവർ പ്രവർത്തിച്ചത്. അതിൽ മദ്ഹബ് ഉണ്ടായിരുന്നു, വിധി പ്രസ്താവം ഖളാ ഉണ്ടായിരുന്നു, ശിക്ഷാ നടപടികൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു രാഷ്ട്രത്തിന് വേണ്ട എല്ലാ സംവിധാനങ്ങളും അവരുടെ ഭരണത്തിലുണ്ടായിരുന്നു. ആ ഭരണത്തിന് ആദ്യം സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, പിന്നീട് ഉമർ റളിയല്ലാഹു തആല അൻഹു, അങ്ങനെ മറ്റു ഖുലഫാക്കൾ നേതൃത്വം വഹിക്കുകയും ചെയ്തു. അപ്പോൾ അവരുടേതായ ആ പ്രവർത്തനങ്ങളിൽ ഇതെല്ലാം ഉണ്ടായിരുന്നു. എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച കാര്യങ്ങൾ അവർ ആ സ്വഹാബികൾ ലോകത്തിന് പഠിപ്പിച്ചു. റസൂൽ തന്നെ പ്രത്യേകമായി പറഞ്ഞു, യുക്തദു ബില്ലദൈനി ബഅദി അബീബക്കരും ഉമർ, എനിക്ക് ശേഷം നിങ്ങൾ തുടരേണ്ടത് അബൂബക്കർ സിദ്ദീഖിനെയും ഉമറുൽ ഫാറൂഖിനെയുമാണ് എന്ന്. അവിടെ റസൂലുള്ളാഹിക്ക് ശേഷം വല്ല അഭിപ്രായ വ്യത്യാസവും ഉണ്ടായിരുന്നുവെങ്കിൽ ആദ്യം ആ വിഷയം ചർച്ച ചെയ്തിരുന്ന അബൂബക്കർ സിദ്ദീഖ് ഉമറുൽ ഫാറൂഖുമാണ്. അവരെ തീരുമാനപ്രകാരം അത് അംഗീകരിക്കലാണ് മറ്റുള്ളവർ ചെയ്തിരുന്നത്. ഇനി സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു എടുക്കുന്ന തീരുമാനത്തിൽ ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോ മറ്റു അഭിപ്രായ വ്യത്യാസം ഇല്ലായിരുന്നു എങ്കിൽ പിന്നെ ആ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറയുന്നത് തന്നെയായിരുന്നു നിയമം. ഇസ്ലാം മതത്തിൻ്റെ ചരിത്രങ്ങൾ, ഖുലഫാവിൻ്റെ ചരിത്രങ്ങളെല്ലാം പരിശോധിച്ചാൽ ഇത് വ്യക്തമാവും. അപ്പോൾ അവിടെ ഒരു ഖലീഫയായിട്ട്, ആ ഖലീഫ എന്ന് പറഞ്ഞാൽ അതിൽ മുജ്തഹിദ് എന്ന സ്ഥാനവുമുണ്ട്, ഖാളി എന്ന സ്ഥാനവുമുണ്ട്, പട്ടാള മേധാവി എന്ന സ്ഥാനവുമുണ്ട്, ശിക്ഷാ നടപടിയുടെ മേധാവി എന്ന സ്ഥാനവുമുണ്ട്. എല്ലാ സ്ഥാനവും ഉള്ളതായിരുന്നു സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭരണം. അതുപോലെ തന്നെയായിരുന്നു മഹാന്മാരായ ഖുലഫാഇന്റെ ഒക്കെ സ്ഥാനം. പിന്നീട് ഭരണ കാര്യങ്ങളിലൊക്കെ മാറ്റങ്ങൾ വന്നു. ഭരണങ്ങളൊക്കെ പല മേഖലകളിലും ഇസ്ലാം മതത്തിൻ്റെ ആളുകൾക്ക് നഷ്ടപ്പെട്ടു. ഇങ്ങനെ വന്നു, വിജ്ഞാനം പല ശാഖകളായി. അതിനുശേഷം ബുഖാരി, മുസ്ലിം തുടങ്ങിയ ഗ്രന്ഥങ്ങൾ നിലവിൽ വന്നു. മുസ്ലിം ലോകത്ത് സഹാബാക്കളിൽ നിന്ന് മുസ്ലിം ലോകം മനസ്സിലാക്കിയ അഭിപ്രായ വ്യത്യാസങ്ങൾ വിവിധ രൂപങ്ങളിൽ സ്ഥലം പിടിച്ചു. വിവിധ രൂപത്തിൽ അത് ക്രോഡീകരിക്കപ്പെട്ടു. ആ ക്രോഡീകരിക്കപ്പെട്ടതിൻ്റെ 4 പകർപ്പുകളാണ് 4 മദ്ഹബ് എന്ന് പറയുന്നത്. അപ്പൊ ഈ 4 മദ്ഹബ് നേരത്തെ ഖുലഫാക്കൾ ലോകത്തിന് പഠിപ്പിച്ച വിശ്വാസപരമായ ആചാരപരമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട വീക്ഷണങ്ങളാണ്. ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തും ഉണ്ടായിരുന്നു എന്നുള്ളതും വളരെ വ്യക്തമാണ്. സഹാബാക്കൾ തമ്മിൽ വീക്ഷണ വ്യത്യാസം. ഇപ്പോൾ ഉദാഹരണമായി പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഹദീസിൽ പറഞ്ഞു, ഇജ്അലു ആഖിറ സ്വലാത്തിക്കും ബില്ലൈലി വിത്ര, നിങ്ങൾ രാത്രിയിൽ നിങ്ങളുടെ അവസാനമായിരിക്കണം വിത്ർ നമസ്കരിക്കുന്നത് എന്ന്. അത് റസൂലുള്ളാഹി പറഞ്ഞ സഹാബാക്കളോട് എല്ലാവരോടും പറഞ്ഞു. അതേ സമയത്ത് ഈ ഹദീസ്, ഈ നിർദ്ദേശം സഹാബാക്കൾ വ്യത്യസ്ത രൂപത്തിലാണ് നടപ്പാക്കിയത്. സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു രാത്രിയുടെ ഏറ്റവും അവസാനമായി, രാത്രിയുടെ
ആദ്യത്തിലായിരുന്നു നമസ്കരിച്ചത്. അഥവാ ഇശാ നമസ്കാരം കഴിഞ്ഞ് അവിടെ വെച്ച് തന്നെ അദ്ദേഹം വിത്ർ നമസ്കരിക്കും. അപ്പോൾ ഫറലായ നമസ്കാരം കഴിഞ്ഞ് പിന്നെ അവസാനത്ത് എന്നുള്ള നിലയ്ക്ക് രാത്രിയുടെ അവസാനം അദ്ദേഹം വീട്ടിൽ പോകുന്നതിന് മുമ്പ് നമസ്കരിക്കും. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഉറങ്ങുന്നതിന് മുമ്പ്, അതാണ് മൂപ്പര് രാത്രിയിൽ അവസാനം എന്ന അർത്ഥം പരിഗണിച്ചത്. അപ്പോൾ അതിന് അദ്ദേഹത്തിൻ്റെ കാരണം എന്താ? ഒരു പക്ഷേ ഉറങ്ങിപ്പോയി പിന്നെ ഇത് നമസ്കരിക്കാൻ കഴിഞ്ഞില്ല എങ്കിലോ അപ്പോൾ വിത്ർ നമസ്കാരം പാഴായി പോകുമല്ലോ എന്നതാണ്. എന്നാൽ ഉമർ റളിയല്ലാഹു തആല അൻഹു ഇശാ നമസ്കാരം കഴിഞ്ഞ് ഉറങ്ങി സുബഹിക്ക് മുമ്പ് എഴുന്നേറ്റ ശേഷമായിരുന്നു വിത്ർ നമസ്കരിച്ചിരുന്നത്. അതിന് അദ്ദേഹത്തിൻ്റെ വീക്ഷണം റസൂലുള്ളാഹി പറഞ്ഞല്ലോ രാത്രിയിൽ അവസാനം, കൃത്യമായിട്ട് രാത്രിയിൽ അവസാനം എന്ന നിലക്ക്. പിന്നെ ഉറങ്ങോ ഇല്ലേ എന്നുള്ളത് ആ കാര്യത്തെക്കുറിച്ച് മൂപ്പര അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല. ഇതേ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ അഭിപ്രായം തന്നെയായിരുന്നു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു. അവർ രണ്ടാളും ഏതാണ്ട് ജോയിൻ്റ് തുണക്കും. എന്നാൽ ഉമർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ അതേ അഭിപ്രായമായിരുന്നു അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹു. ഇങ്ങനെ ഈ 4 ഖലീഫമാരും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായി. ഇത് അഭിപ്രായ വ്യത്യാസം റസൂലുള്ളാഹിന്റെ അരികിലെത്തി. റസൂലുള്ളാഹി ഇവർ 4 പേരെയും വിചാരണ ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, രാത്രിയിലെ അവസാനത്തെ നമസ്കാരം വിത്റാക്കണമെന്ന് ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്തുകൊണ്ട് ഇശാ നമസ്കാരം കഴിഞ്ഞ് ഉറങ്ങുന്നതിന് മുമ്പ് അത് ചെയ്യുന്നു എന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഉറങ്ങുന്നതിന് മുമ്പ് ഉള്ള നമസ്കാരങ്ങളിൽ അവസാനത്തെ നമസ്കാരം എന്ന നിലയ്ക്ക് ഞാൻ ചെയ്യുന്നു. പിന്നെ ഒരു പക്ഷേ ഉറങ്ങി എഴുന്നേൽക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ വിത്ർ നഷ്ടപ്പെടുമല്ലോ എന്ന നിലക്കാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. രാത്രിയുടെ അവസാനമാകുക എന്നുള്ളത് ഞാൻ ഒരർത്ഥത്തിൽ പാലിച്ചിട്ടുണ്ട്, പക്ഷെ അത് ഇങ്ങനെയാണ്. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ശരി, അത് കുഴപ്പമില്ല, ആ നിലക്ക് നിങ്ങളത് ചെയ്യുന്നത് കുഴപ്പമില്ല. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല എന്നോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനും അങ്ങനെ തന്നെയാണ്. എന്നാൽ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിനെ വിചാരണ ചെയ്തു. അദ്ദേഹം പറഞ്ഞു, രാത്രിയിൽ അവസാനത്തെ നമസ്കാരം എന്ന് തങ്ങൾ പറഞ്ഞത് അത് കൃത്യമായിട്ട് അവസാനത്തെ നമസ്കാരം എന്ന നിലക്ക് തന്നെ ഉറങ്ങി എഴുന്നേറ്റ ശേഷമാണ് ഞാൻ നമസ്കരിക്കുന്നത്. പിന്നെ ഉറങ്ങിപ്പോകുമോ, പിന്നെ സുബഹിക്ക് മുമ്പ് ഉണരുകയില്ലേ, പാടെ ഉറങ്ങിപ്പോകുമോ എന്നുള്ള ഭയ. അങ്ങനെ ഉറങ്ങിപ്പോവുകയാണെന്നുണ്ടെങ്കിൽ ഉറങ്ങട്ടെ, അപ്പൊ എന്റെ നിസ്കാരം പടച്ചോനിക്ക് വേണ്ട എന്നെ വരിപ്പിക്കുകയാണെങ്കിൽ പടച്ചോനിക്ക് എന്റെ നിസ്കാരം പോയി എന്നല്ല വേറെന്താ ഞാനിങ്ങനെ ചെയ്യുന്നു. അലി റളിയല്ലാഹു തആല അൻഹു അതേ മോഡല. മൂപ്പര് പറഞ്ഞാൽ എനിക്കും അത് തന്നെ പറയാനുള്ളത്, രാത്രിയിൽ അവസാനം എന്ന് പറഞ്ഞാൽ അവസാനത്തെ നമസ്കാരം. ഇനി പിന്നെ അതിലെടുക്ക് മരിക്കേ ഉറങ്ങൊക്കെ ആയാലും അതിപ്പോ വിധി, അതിപ്പോ നോക്കേണ്ടതില്ല, കൃത്യമായിട്ട് രാത്രിയിൽ അവസാനത്തെ നമസ്കാരം. ഇത് രണ്ടും വിചാരണ ചെയ്ത ദിവസം റസൂലുള്ളാഹി പറഞ്ഞു, സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ നോക്കി പറഞ്ഞു, ഹാദാ അഖദ ബിൽ വറഇ, ഇദ്ദേഹം സൂക്ഷ്മത പാലിച്ചതാണ്, അത് ഓക്കെ. ഉമർ റളിയല്ലാഹു തആല അൻഹു നോക്കി പറഞ്ഞു, അദ്ദേഹം മനക്കരുത്തുകൊണ്ടാണ്, അതും ഓക്കെ, 2 കൂട്ടർക്കും പോകാം. അങ്ങനെ ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ രാത്രിയിൽ അവസാനത്തെ നമസ്കാരം എന്നത് ഉറങ്ങുന്നതിന് മുമ്പുള്ള അവസാനത്തെ നമസ്കാരം എന്ന വ്യാഖ്യാനവും ഉറങ്ങി എഴുന്നേറ്റ് സുബഹിക്ക് മുമ്പുള്ള അവസാനത്തെ നമസ്കാരവും എന്ന വ്യാഖ്യാനവും 2 വ്യാഖ്യാനവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അംഗീകരിച്ചു. ഇന്ന് മദ്ഹബുകൾ നോക്കിയാൽ ഈ 2 അഭിപ്രായവും കാണാം. ഒരു വിഭാഗം പറയുന്നത് ഉറങ്ങുന്നതിന് മുമ്പ് വിത്ർ നിസ്കരിക്കലാണ് നല്ലതെന്ന് കാണാം, വേറെ വിഭാഗം പറയുന്നു പിന്നീട് ഉറങ്ങി എഴുന്നേറ്റ് സുബഹിക്ക് മുമ്പ് നമസ്കരിക്കലാണെന്ന് കാണാം. ഇതൊക്കെയാണ് മദ്ഹബ്. പക്ഷെ ഇതൊക്കെ ആ കാലത്ത് മദ്ഹബ് എന്ന പേരിലായിരുന്നില്ല. കാരണം ആ ഒരു മദ്ഹബ് എന്ന പേരിനവിടെ പ്രസക്തിയില്ല. അവിടെ എല്ലാം ഉൾക്കൊള്ളുന്ന ഭരണമാണ്. ആ ഭരണം അവിടെ, ആ ഭരണത്തിന് ഈ മദ്ഹബും ഈ കാര്യങ്ങളും എല്ലാം ഉള്ളത്. അപ്പൊ മദ്ഹബായി വേർതിരിയുന്നില്ല. പിന്നീട് ഭരണങ്ങളൊക്കെ നഷ്ടപ്പെട്ടപ്പോ വൈജ്ഞാനിക പ്രവർത്തനം വേറൊരു വിധത്തിലായി, അതുപോലെ മുസ്ലിങ്ങളുടെ കൃഷി പ്രവർത്തനം വേറെ വിധത്തിലായി, യുദ്ധം വേറെ വിധത്തിലായി. ഇങ്ങനെ ആയപ്പോഴാണ് മദ്ഹബ് ലോകത്ത് പ്രത്യേകമായി അറിയപ്പെടുന്നത്. ഈ മദ്ഹബുകളെല്ലാം മഹാന്മാരായ സഹാബാക്കൾ മുഖേന ലോകത്തിന് ലഭിച്ചത്. അത് പിന്നെ അവരുടെ ശിഷ്യന്മാരായ താബിഈകൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിച്ചു. അവരിൽ നിന്ന് അവരുടെ ശിഷ്യന്മാരായ ആളുകളാണ് മദ്ഹബിന്റെ ഇമാമികൾ എന്ന് പറയുന്നത്. അവരത് ക്രോഡീകരിച്ചു. ഇപ്പോൾ ഉദാഹരണമായി പറഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ ഈ പേരുകളൊന്നും നേരത്തെ ഇല്ല എന്ന്. അല്ലാഹു തആല പരിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചു. ആ ഖുർആന്റെ സൂക്തങ്ങൾ അന്ന് എഴുതി വെച്ചിരുന്നു. എന്നാൽ ഖുർആൻ ഒറ്റ ഗ്രന്ഥത്തിൽ റസൂലുള്ളാഹിന്റെ കാലത്ത് എഴുതപ്പെട്ടിട്ടില്ല. ഖുർആൻ ഒറ്റ ഗ്രന്ഥത്തിൽ, ഇപ്പൊ ഇന്ന് കാണുന്നത് പോലെ ഒറ്റ ഗ്രന്ഥത്തിലില്ല. അത് പിന്നീട് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭരണകാലത്താണ്. പിന്നീട് അവിടുന്ന് അങ്ങോട്ട് മുസ്ലിം ലോകം വളരെ വ്യാപിച്ചു പോയി. അങ്ങനെയാണ് മുസ്ഹഫുകൾ പല ഭാഗങ്ങളിൽ പഠിക്കുന്നത്. ഇന്ന് നമുക്ക് കാണാം മുസ്ഹഫിന്റെ മേലെ ബൈറൂത്ത് മുസ്ഹഫ് എന്ന് കാണാം, ബോംബെ മുസ്ഹഫ് എന്ന് കാണാം, അതുപോലെ ഈജിപ്ത് മിസ്ർ മുസ്ഹഫ് എന്ന് കാണാം. പക്ഷെ അള്ളാഹ് ഇറക്കിയത്
ഒരു ഒരു ഗ്രന്ഥമാണല്ലോ, ഖുർആനാണല്ലോ. അതെങ്ങനെ ബൈറൂത്ത് ഖുർആനായത്, അതെങ്ങനെ സൗദി ഖുർആനായത്, അതെങ്ങനെ ബോംബെ ഖുർആനായത്? അത് ഈ ഖുർആൻ ലോകത്തിന് അടിച്ച് വിതരണം ചെയ്യുന്ന കമ്പനികളുടെ പേരാണ്. പരിശുദ്ധ ഖുർആൻ അത് ക്രോഡീകരിച്ച് നല്ല രൂപത്തിൽ അതിന് ഹർക്കത്തും പുള്ളിയും ഒക്കെ കെടുത്ത് ജനങ്ങൾക്ക് വേണ്ടത്ര വായിക്കാൻ അറിയാത്തവർക്കും ഹർക്കത്തൊക്കെ ഉപയോഗപ്പെടുത്തി നോക്കി വായിക്കാനുള്ള സൗകര്യപൂർവ്വം അത് അച്ചടിച്ച കമ്പനികളാണ് ബൈറൂത്ത് കമ്പനി, ബോംബെ കമ്പനി, അതുപോലെ മിസ്ർ കമ്പനി എന്നൊക്കെ, സൗദി കമ്പനി എന്നൊക്കെ പറയുന്നത്. അള്ളാഹ് അങ്ങനെ മിസ്റിലൊരു ഖുർആൻ ഇറക്കിയിട്ടുണ്ടോ? അള്ളാഹ് സൗദിയിലൊന്നും ഇറക്കിയിട്ടുണ്ടോ? അള്ളാഹ് ബോംബെയിലൊന്നും ഇറക്കിയിട്ടുണ്ടോ? സൂറത്തിലൊന്നും ഇറക്കിയിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല. അള്ളാഹ് ഒരു ഖുർആനാണ് ഇറക്കിയത്. അത് മുസ്ലിങ്ങൾ ലോകത്ത് വ്യാപിച്ചപ്പോൾ അവർക്ക് മനസ്സിലാകുന്ന നിലയ്ക്ക് അത് അച്ചടിച്ച് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു. അങ്ങനെ അതുപോലെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും പഠിപ്പിച്ചത്. അത് മുസ്ലിം ലോകത്തിന് പരിചയപ്പെടുത്തിയ തെളിവുകൾ സഹിതം ആർക്കും ഏത് മസ്അലയും തെളിവിന്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കാവുന്ന വിധത്തിൽ രേഖപ്പെടുത്തിയ 4 കമ്പനികളാണ് ഷാഫി, ഹനഫി, ഹംബലി, മാലിക്കി. അപ്പൊ ഈ ഷാഫി റസൂലുള്ളാഹിന്റെ കാലത്തുണ്ടോ, ഹനഫി റസൂലുള്ളാഹിന്റെ കാലത്തുണ്ടോ എന്നൊരാൾ ചോദിക്കുകയാണെങ്കിൽ അയാൾക്ക് തന്നെ അയാളോട് മറിച്ച് ചോദിക്കാം. റസൂലുള്ളാഹിന്റെ കാലത്ത് ബോംബെ മുസ്ഹഫ് ഉണ്ടോ, റസൂലുള്ളാഹിന്റെ കാലത്ത് ഈജിപ്ത് മുസ്ഹഫ് ഉണ്ടോ, റസൂലുള്ളാഹിന്റെ കാലത്ത് സൗദി മുസ്ഹഫ് ഉണ്ടോ എന്ന് ചോദിക്കാം. ഈ മുസ്ഹഫുകളിലൊന്നും ഈ ഏതായത്തും വന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അതിലൊന്നും ഹർക്കത്തില്ല, അതിലൊന്നും പുള്ളിയില്ല, അതിന് പേജ് നമ്പർ ഇല്ല, 1-ാം ജുസു 2-ാം ജുസു അങ്ങനെ വേർതിരിച്ചിട്ടില്ല, അൽ കഹ്ഫ് വേറെ വേർതിരിച്ചിട്ടില്ല. അതെല്ലാം പിന്നീട് മുസ്ലിം സമൂഹത്തിന്റെ നന്മക്ക് വേണ്ടി, അവരുടെ സൗകര്യത്തിന് വേണ്ടി മുസ്ലിം ലോകത്തെ പണ്ഡിതന്മാർ ഉണ്ടാക്കിയതാ. ആ കൂട്ടത്തിൽ തന്നെയാണ് ബുഖാരി. റസൂലുള്ളാഹിന്റെ കാലത്ത് ബുഖാരി എഴുതിയിരുന്നോ? ബുഖാരി എന്ന ഗ്രന്ഥമില്ലല്ലോ, മുസ്ലിം എന്ന ഗ്രന്ഥമില്ലല്ലോ. ശരിയാണ്, ആ ഗ്രന്ഥമില്ല, അത് എഴുതിയവരെ പ്രസവിക്കുക പോലും ചെയ്തിട്ടില്ല. പക്ഷെ ആ ഹദീസുകളുണ്ട്. ആ ഹദീസുകളെല്ലാം ക്രോഡീകരിച്ച് അതെല്ലാം വസ്തുനിഷ്ഠമായി വേർതിരിച്ച് അങ്ങനെ മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു തആല സഹീഹ് ബുഖാരി എഴുതി, ഇമാം മുസ്ലിം സഹീഹ് മുസ്ലിം എഴുതി, അങ്ങനെ പലരും എഴുതി. ആ ഹദീസുകളെല്ലാം നേരത്തെ ഉണ്ട്, നബിയുടെ കാലത്തുണ്ട്. പക്ഷെ അത് ഗ്രന്ഥത്തിലാക്കുക, സംവിധാനിക്കുക, ലോകത്തിന് അത് പരിചയപ്പെടുത്തുക, അതാണ് ഇമാം ബുഖാരി ചെയ്തത്. അതുപോലെ തന്നെയാണ് അത് ഹദീസാണ്. ഹദീസ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ കർമ്മശാസ്ത്രത്തിന്റെ പ്രമാണമാണ്. എന്നാൽ ആ പ്രമാണത്തിൽ നിന്ന് കർമ്മശാസ്ത്രം ലോകത്തിന് വ്യക്തമായി പരിചയപ്പെടുത്തിയവരാണ് മദ്ഹബിൻ ഇമാമുകൾ. അത് 4 പേരാണ് ലോകത്തുള്ളത്. അതിന്റെ അപ്പുറത്ത് പിന്നീട് വന്ന ആരും ആ സ്ഥാനത്ത് എത്തിയിട്ടില്ല. ഈ ബുഖാരിയും മുസ്ലിമും അതുപോലെയുള്ള ഹദീസിന്റെയും ഖുർആന്റെ വ്യാഖ്യാതാക്കളുടെയും അവരെല്ലാവരും തന്നെ ഈ മദ്ഹബിന്റെ ഇമാമികൾ അംഗീകരിച്ചവരുമാണ്. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ, തർക്കങ്ങളൊക്കെ ഉണ്ടെങ്കിൽ റസൂലിലെ ഹദീസിലേക്കും ഖുർആനിലേക്കും മടങ്ങണം. അപ്പൊ അവര് ക്ഷണിക്കുന്നത് പ്രത്യക്ഷാർത്ഥത്തില് ഒരു യഥാർത്ഥ ചോദ്യമാണ്. സത്യം അവരെടുത്തുണ്ടെന്ന് നമുക്ക് തോന്നിപ്പോകാറുണ്ട്. പക്ഷെ നമ്മളിപ്പോ പണ്ഡിതന്മാര് എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടെങ്കിൽ പലപ്പോഴും ഫിഖ്ഹ്, ഷാഫി മദ്ഹബ് എന്ത് പറയുന്നു, മഹല്ലി എന്ത് പറയുന്നു എന്നൊക്കെയാണ് നമ്മൾ നോക്കാറ്. അപ്പൊ ആ ഹദീസിന്, ആ ആയത്തിന് അത് വിരുദ്ധമാകുന്നില്ല. പിന്നെ അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട KT ഉസ്താദ് പ്രസംഗത്തിൽ പറഞ്ഞു, ഇമാം ബുഖാരി ഇവരൊക്കെ മുജാഹിദുകളൊക്കെ ഒരു ഹദീസ് എടുത്തിട്ട് അത് ബുഖാരി ഉണ്ടോന്ന് നോക്കാറുണ്ട്. ആ ബുഖാരി ഇമാമ് തന്നെ മുഖല്ലിദായിരുന്നു എന്ന് നമ്മൾ പറയാറുണ്ട്. അവിടെ മനസ്സിലാവണത് ഫൈൻ തനാസഅത്തും, അവിടെ ബുഖാരി ഇമാമിന്റെ കാലത്ത് ഒരു നിസാ ഉണ്ടായിട്ടുണ്ടാവില്ല. അപ്പോ ബുഖാരി ഇമാമിന് അവിടെ ഇജ്തിഹാദ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിട്ടുണ്ടാവില്ല. ബുഖാരി ഇമാമ് മുഖല്ലിദാവാൻ അതായിരിക്കണം കാരണം. അപ്പോൾ ഇതിനൊരു നമ്മൾ ചെയ്യുന്ന പണ്ഡിതന്മാരിലേക്ക് മടങ്ങുക എന്ന് നമ്മൾ ചെയ്യുന്ന ഒരു പ്രവർത്തനത്തിന് തെളിവ്. ഖുർആനിലേക്കും ഹദീസിലേക്കും മടങ്ങണം. പണ്ഡിതന്മാർ പറയുന്നത് അനുസരിക്കേണ്ടതില്ല എന്നാണ് മറ്റുള്ളവരുടെ വാദത്തിന്റെ ആകത്തുക. ഇത് നമ്മുടെ രാജ്യത്ത് പറയുന്നവർ പണ്ഡിതന്മാരാണോ? അല്ലേ? ഖുർആനിലേക്കും ഹദീസിലേക്കും മടങ്ങുക, പണ്ഡിതന്മാർ പറയുന്നത് അനുസരിക്കേണ്ടതില്ല എന്നാണെങ്കിൽ ഈ പറയുന്നത് ആരാണ്? പണ്ഡിതനാണോ? അല്ലേ? അപ്പൊ ഈ സാധാരണക്കാരൻ ഇത് കേട്ടിട്ട് നേരെ ഓടേണ്ടത് എങ്ങോട്ടാണ്? മുസ്ഹഫിന്റെ ഗോഡൗൺ സൂക്ഷിച്ച് അങ്ങോട്ട്, എന്നിട്ട് ഓരോ കോപ്പി എടുക്കുക. അതുപോലെ ബുഖാരിയുടെ ഗോഡൗൺ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ നോക്കിയിട്ട് കോപ്പി എടുക്കുക. ഇതല്ലേ ഖുർആനിലേക്കും ഹദീസിലേക്കും മടങ്ങുക എന്ന് പറയുന്നതിന്റെ അർത്ഥം? അതല്ല. ഓരോരുത്തരും ഖുർആനും തർക്കമുണ്ടാകുമ്പോൾ ഓരോരുത്തരും ഖുർആനും ഹദീസും എന്തു പറയുന്നു എന്നതിന്റെ ഭാഷാപരമായി അതിന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട്
അറബി സാഹിത്യത്തിൽ അതിനെന്തർത്ഥമാണ്, അറബിയുടെ പ്രയോഗത്തിൽ അതിനെന്തർത്ഥമാണ് എന്ന് വെറും ഭാഷാ അടിസ്ഥാനത്തിൽ അർത്ഥം പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കുകയോ അവിടെയല്ല അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് നിൽക്കുന്നത്. ഹദീസുകൾ വിവിധ ആശയങ്ങൾ ഉള്ളതായി കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പറഞ്ഞു, ഇമാം ബുഖാരിയുടെ ഹദീസാണ്, ഇമാമ് സുഖമില്ലാതെ ഇരുന്ന് നമസ്കരിക്കുമ്പോൾ നിങ്ങളും ഇരുന്ന് നമസ്കരിക്കണം. കാരണം ഇമാമിനെ തുടരാനാണ് നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഇമാമിന് സുഖമില്ലാതെ ഇരുന്ന് നമസ്കരിക്കുമ്പോൾ നിങ്ങളും ഇരുന്ന് നമസ്കരിക്കണം. അതേ പേജ് ഒന്നുകൊണ്ട് മറിച്ച് ബുഖാരിയിൽ തന്നെ അടുത്ത പേജിൽ കാണാം, ഇമാമ് സുഖമില്ലാതെ ഇരുന്ന് നമസ്കരിക്കുമ്പോൾ നിങ്ങൾക്ക് സുഖമില്ലേ, അതുപോലെ നിങ്ങൾ നിന്ന് നമസ്കരിക്കണം. രണ്ടും ബുഖാരിയുടെ ഹദീസാ, രണ്ടും അറബി ഭാഷയിലാണ്. എന്താ ഇവിടെ ചെയ്യാ? എന്താ അപ്പൊ നിൽക്കും വേണ്ട ഇരിക്കും വേണ്ട റുക്കുവിലായിരിക്കാണ്, അതാണോ പിന്നെ അവിടുത്തെ പരിഹാരം? എന്നാൽ അവിടെ മഹാന്മാരായ സഹാബാക്കൾ പറയുന്നു, ഇമാമു സുഖമില്ലാതെ ഇരിക്കണമെന്ന്, ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ ഇരിക്കണമെന്ന് പറഞ്ഞത് ആദ്യം നബി അങ്ങനെ കൽപ്പിച്ചിരുന്നു. പിന്നീട് ഇമാമു സുഖമില്ലാതെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് സുഖമുണ്ടെങ്കിൽ നിങ്ങൾ നിൽക്കണമെന്ന് പിന്നീട് പറഞ്ഞു. രണ്ട് നിയമങ്ങൾ വ്യത്യസ്തമായി വരികയും രണ്ടാമത്തതിന് ശേഷം രണ്ടാമത്തതിനെതിരെ മൂന്നാമത്തത് അവതരിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ അവസാനത്തെ നിയമമായി രണ്ടാമത്തതായിരിക്കും ഇരിക്കുക എന്നതാണ് വാസ്തവത്തിൽ പണ്ഡിതന്മാരുടെ, ലോക പണ്ഡിതന്മാരുടെ തീരുമാനം. അപ്പൊ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ, നിസ്കരിക്കാൻ ഇരിക്കണോ നിൽക്കണോ എന്ന് വിചാരിക്കുന്നവൻ ഈ പണ്ഡിതന്മാരുടെ തീരുമാനത്തിന് വിടണം. ഹദീസ് അവിടെ വെച്ചുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ ഹദീസ് കൊണ്ട് മനുഷ്യൻ ഹെറാനത്തിലാവും, ബേജാറായി പോകും. അതേ സമയത്ത് പണ്ഡിതന്മാരുടെ തീരുമാനം, ആദ്യത്തെ പണ്ഡിതന്മാരുടെ സമൂഹം സഹാബാക്കളാണ്. സഹാബാക്കൾ ദീനിൽ തെളിവല്ല എന്നല്ലേ ജുമുഅ ഖുതുബ മദ്ഹബുകളിൽ എന്ന പുസ്തകത്തിൽ എഴുതിയത്. ഏതെങ്കിലും ഒരു സഹാബി പറഞ്ഞാൽ അംഗീകരിക്കാമെന്ന് പറഞ്ഞാലേ അത് വെറുതെ പറയാ, ഭ്രാന്തൊക്കെ മാറി ഒലക്ക എടുക്കൂ കോണം കെട്ടട്ടെ എന്ന് പറഞ്ഞ പരിപാടിയാണത്. അത് ഭ്രാന്ത് കൂടുതലായതിന്റെ പേരില. ഒരു സഹാബി പറഞ്ഞാൽ അംഗീകരിക്കാം. സഹാബികൾ മുഴുവനും പറഞ്ഞാൽ കേരളത്തിലെ മുസ്ലിയാക്കൾ പറയുന്നത് ദീനിൽ തെളിവല്ലാത്തതുപോലെ സഹാബാക്കൾ പറയുന്നതും ദീനിൽ തെളിവല്ല എന്ന ജുമുഅ ഖുതുബ മദ്ഹബുകളിൽ എന്ന പുസ്തകത്തിൽ MT അബ്ദുറഹ്മാൻ മൗലവി വായക്കാട്ടുകാരൻ എഴുതിയത്. നാം പറയുന്നു, തിരിയാത്ത പ്രശ്നമുണ്ടെങ്കിൽ അത് തിരിയുന്നവരിലേക്ക് മടക്കണം, അള്ളാഹുവിലേക്കും റസൂലിലേക്കും മടക്കണമെന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾ ഈ പറഞ്ഞ ഹദീസ് വെച്ചിട്ട് എങ്ങനെ നിങ്ങൾ അള്ളാഹുവിലേക്ക് മടക്കല്? അള്ളാഹിനോട് പോയി ചോദിക്കേ, പടച്ചോനെ ഇവിടെ നിൽക്കേ വേണ്ടേ ഇരിക്കേ വേണ്ടത്? അതല്ല റസൂലുള്ളാഹിനെ ചോദിക്കാൻ, റസൂലുള്ളാഹി മരിച്ചുപോയി വിളിച്ചാലും കേൾക്കൂല, അതല്ലേ നിങ്ങൾ പറയുന്നത്? പിന്നെ എങ്ങനെ അള്ളാഹുവിലേക്കും റസൂലിലേക്കും മടക്കുക? അതിന്റെ അർത്ഥം അള്ളാഹു വേറെ പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുവിന് വഴിപ്പെടുക, പ്രവാചകർക്ക് വഴിപ്പെടുക, പണ്ഡിതന്മാർക്ക് വഴിപ്പെടുക, ഉലുൽ അംറിന് വഴിപ്പെടുക. ആ ഉലുൽ അംറിലെ ആദ്യത്തെ സമൂഹമാണ് സഹാബാക്കൾ. വകദാലിക ജഅൽനാകും ഉമ്മത്തൻ വസതൻ ലിതകൂനു ശുഹദാ അലന്നാസ്. ലോകത്തിന് നിങ്ങൾ ദീനിന്റെ നിയമത്തിന് മുമ്പിൽ സാക്ഷികളാണ്. ഞാൻ നിങ്ങൾക്ക് സാക്ഷിയായതുപോലെ ലോകത്തിന് മുമ്പിൽ നിങ്ങൾ സാക്ഷികളാണ്. ഈ സമൂഹത്തിന്റെ ഒന്നാമത്തെ സാക്ഷി വിഭാഗമാണ് അവർ. അവർ അംഗീകരിച്ചാലല്ലാതെ ഖുർആൻ മനസ്സിലാകില്ല, ഹദീസ് മനസ്സിലാകില്ല. അപ്പൊ മടക്കുക എന്ന് പറഞ്ഞാൽ എന്താ ഇതിന്റെ അർത്ഥം? ഈ മടക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്കും റസൂലിലേക്കും മടക്കുക എന്ന് പറഞ്ഞാൽ ഇന്ന് ഈ അള്ളാഹിനെ കിട്ടുമോ റസൂലിനെ കിട്ടുമോ? പിന്നെ സുന്നികൾക്കല്ലേ, മരിച്ച റസൂലിനെ വിളിച്ചാൽ കേൾക്കുന്നു വിശ്വസിക്കുന്ന സുന്നികൾക്കല്ലേ വല്ലതും മടക്കാൻ കഴിയുകയുള്ളൂ. നിങ്ങൾ എങ്ങോട്ടാ മടക്കല്? അതുകൊണ്ട് എന്താണ് മടക്കല്, എന്താണ് തിരിക്കല്, ഇതൊക്കെ ഒന്ന് ശരിക്കും മനസ്സിലാക്കണം. അല്ലാതെ ഇസ്ലാമുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല. ഷാഫി മദ്ഹബില് ഭാര്യയെ തൊട്ടാൽ ഒളുഉ മുറിയും, ഭാര്യയുടെ ഉമ്മയെ തൊട്ടാൽ ഒളുഉ മുറിയില്ല. എന്ത് യുക്തിയാണ് അതിലുള്ളത്? അതുപോലെ തന്നെ ഒരു ഷാഫി മദ്ഹബുകാരൻ ഭാര്യയെ തൊട്ട് ഒളുഉ ചെയ്യാതെ നമസ്കരിച്ചു, ഒരു ഹനഫി മദ്ഹബുകാരൻ ഭാര്യയെ തൊട്ട് ഒളുഉ ചെയ്യാതെ നിസ്കരിച്ചു. ഈ രണ്ടുപേരും നാളെ അള്ളാഹുവിന്റെ അടുക്കൽ വരുമ്പോൾ മദ്ഹബ് അടിസ്ഥാനത്തിലാണോ അള്ളാഹു ഹിസാബ് ചെയ്യുക? ഭാര്യയെ തൊട്ടാൽ ഒന്നു മറിയൂ, ഭാര്യയുടെ ഉമ്മയെ തൊട്ടാൽ ഒന്നു മുറിയുകയില്ല. എന്ത് യുക്തിയാണ് ഇതിലുള്ളതെന്നാ? ദീനിന്റെ കാര്യങ്ങളിൽ എല്ലാ കാര്യങ്ങളിലും യുക്തി അന്വേഷിക്കുന്നത് തരക്കടില്ല. പക്ഷേ എല്ലാ കാര്യങ്ങളും നമ്മുടെ യുക്തിക്ക് ബോധ്യമായ വിധത്തിലാണ് അവതരിച്ചിട്ടുള്ളത് എന്ന് വിശ്വസിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ദീനിന്റെ പുറത്തുള്ള ഒരു യുക്തിവാദി, നിരീശ്വര നിർമ്മത ഭൗതികവാദി അത് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെതായ മറുപടിയും പറയാം. ഇപ്പൊ ചുരുങ്ങിയ രൂപത്തിൽ ഞാൻ പറയുന്നു, ഭാര്യയെ തൊട്ടാൽ ഉളു മുറിയുകയില്ല, ഉളു മുറിയും, ഉമ്മയെ തൊട്ടാൽ ഉളു മുറിയുകയില്ല. ഈ ഭാര്യയുടെ കാര്യത്തെ സംബന്ധിച്ച് സംസാരിക്കാനും ഭാര്യക്ക് വല്ല പോരായ്മകൾ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കാനും
ഭാര്യയെയും ഭർത്താവിനെയും തമ്മിൽ ബന്ധപ്പെടുത്തി കുടുംബപരമായ പ്രശ്നങ്ങൾ, വൈവാഹികമായ പ്രശ്നങ്ങൾ, വൈകാരികമായ പ്രശ്നങ്ങൾ ഇതൊക്കെ പരിഹരിക്കാനും രണ്ടാളുടെയും ഇടയ്ക്ക് രണ്ടു കൂട്ടർക്കും ബന്ധപ്പെടാവുന്ന ഒരു വ്യക്തിത്വം ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് ഉമ്മയുടെ കാര്യത്തിൽ ഇങ്ങനെ ഒരു നിയമം പറയുന്നത്. തന്നെയുമല്ല, മകളും ഉമ്മയും കൂടി ഉണ്ടാവുമ്പോൾ അവിടെ ആ ഉമ്മയുമായി കല്യാണം ചെയ്ത പുതിയാപ്പള അങ്ങനെ ഏതെങ്കിലും വിധത്തിൽ ബന്ധപ്പെടും, അല്ലെങ്കിൽ ഒരു വൈകാരികമായ ചിന്ത ഉണ്ടാകുമെന്ന പ്രശ്നം അവിടെ വരുന്നുമില്ല. ഇവർ തമ്മിൽ കൂട്ടിയിണക്കാൻ ഒരാൾ ആവശ്യവുമാണ്. അത് അവളുടെ ഉമ്മയായിരിക്കൽ തന്നെയാണ് അനിവാര്യം. അതുകൊണ്ട് ഉമ്മയുടെ നിയമം അങ്ങനെ വെച്ചു എന്നാണ് പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്. പിന്നെ വേറെന്തോ ചോദിച്ചോ? ശരി. ഹനഫി മദ്ഹബിൽ ഭാര്യയെ തൊട്ടാൽ ഉളു മുറിയുകയില്ല. ഷാഫി മദ്ഹബിൽ ഭാര്യയെ തൊട്ടാൽ ഉളു മുറിയും. ഇവർ രണ്ടുപേരും ആഖിറത്തിലെത്തിയാൽ അള്ളാഹ് എന്ത് ചെയ്യും എന്നുള്ളതാണ്. അല്ലാഹു തആല എല്ലാ ജനവിഭാഗത്തെയും അവരവരുടെ ഇമാമു എന്തു പറഞ്ഞു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യുക. ഓരോ സമൂഹവും ആ സമൂഹത്തിന്റെ ആധികാരികമായ ഗ്രന്ഥം ഏതോ അതിലേക്കാണ് ക്ഷണിക്കപ്പെടുക. അതടിസ്ഥാനത്തിലാണ് അവിടെ വിലയിരുത്തപ്പെടുക. ഇവിടെ ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ എന്ന ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ കാണാം ഫനഖൂലു യാ ഷാഫിഈ ഫനഖൂലു യാ ഹനഫി. ഹനഫിയെ വിളിച്ചു പറയുകടാ ഹനഫി ഇമാം പറഞ്ഞ അനുസരിച്ചോ, ഷാഫിയെ വിളിച്ചു പറയും എടാ ഷാഫി ഇമാം പറഞ്ഞ അനുസരിച്ചോ. ഉദാഹരണമായി നമുക്ക് മനസ്സിലാക്കാം. ഒരു മുസ്ലിമായ വ്യക്തി അദ്ദേഹം ഒരു ഡോക്ടറെ സമീപിച്ചു. ആ ഡോക്ടർ അദ്ദേഹത്തോട് പറഞ്ഞു, നീ ഉളു ചെയ്യാൻ പറ്റില്ല, നിനക്ക് പനിയാണ്, ഉളു ചെയ്താൽ നിന്റെ രോഗം മൂർച്ഛിക്കും, അതുകൊണ്ട് നീ തയമ്മം ചെയ്യണമെന്ന് പറഞ്ഞു. അവൻ തയമ്മം ചെയ്ത് നമസ്കരിച്ചു. വേറെ ഒരു രോഗി ഡോക്ടറെ കണ്ട്, ആ ഡോക്ടർ ഇയാൾക്ക് പനിയാണ്, നിങ്ങൾ വെള്ളം ഉപയോഗിച്ചുകൊണ്ടൊന്നും കുഴപ്പമില്ല, നിങ്ങൾക്ക് വെള്ളം ഉപയോഗിക്കാം, ഈ മരുന്ന് കഴിച്ചാൽ മതി. അപ്പൊ ഒരാള് തയമ്മം ചെയ്ത് നമസ്കരിച്ചു, ഒരാള് ഉളു ചെയ്ത് നമസ്കരിച്ചു. ഈ രണ്ടാളും ആഖിറത്തിൽ വരും. അവിടെ തയമ്മം ചെയ്തവനെ അല്ലാഹു തആല പിടിക്കുമോ? ഇല്ല. എന്തിനാടാ ഞാൻ ഉളു ചെയ്യാൻ പറഞ്ഞ് നീ തേമം ചെയ്ത് എന്ന് പിടിക്കില്ല. കാരണം അവനിക്ക് പറയാം, പടച്ചവനെ നീ പറഞ്ഞിരിക്കുന്നു പണ്ഡിതന്മാരനുസരിക്കാൻ, ഞാൻ ബന്ധപ്പെട്ട ഡോക്ടർ എന്നോട് പറഞ്ഞു ഇങ്ങനെ ചെയ്യണമെന്ന്, അങ്ങനെ ഞാൻ ചെയ്തതാണ്. അപ്പൊ തേമം ചെയ്തവന് അവന്റെ വിധി, ഉളു ചെയ്തവന് അവന്റെ വിധി. ഇതാണ് കുല്ലു ഉമ്മത്തിൻ തുദുആ ഇലാ കിതാബിയ വയൗമ നദഉ കുല്ല ഉനാസിൻ ബിഇമാമിയും എന്നൊക്കെ പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചില നിശ്ചിത സമയങ്ങളിൽ മാത്രമല്ല കുനൂത്ത് ഓതിയിട്ടുള്ളൂ, അല്ലാതെ നമ്മൾ ഇന്ന് തുടരുന്നത് പോലെ എല്ലാ സുബൈകളിലും കുനൂത്ത് ഓതിയതായിട്ട് വല്ല തെളിവുമുണ്ട്? കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖ്നുതു ഫി സുബ്ഹി ഹത്താ ഫാറക ദുനിയാവ് വിട്ടുപിരിയുന്നത് വരെ നബി കുനൂത്ത് ഓതുകയായിരുന്നു എന്ന ഹദീസ് ആഫിൽ ഇബ്നു അസ്കലാനി ഉദ്ധരിച്ചിട്ടുണ്ട്, പല പണ്ഡിതന്മാരും ഉദ്ധരിച്ചിട്ടുണ്ട്. പിന്നെ ഇനി അങ്ങനെയില്ല, കുറഞ്ഞ ദിവസങ്ങളിലേ ഓതിയിട്ടുള്ളൂ എന്ന് വിചാരിക്കുക. റമളാന്റെ തറാവി നമസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജമാഅത്തായി 3-4 രാത്രി മാത്രമേ നിർവഹിച്ചിട്ടുള്ളൂ എന്ന് ഹദീസുകളിൽ കാണാം. പക്ഷേ എല്ലാ രാത്രികളും അത് നിർവഹിക്കൽ സുന്നത്താണ്. ആ നിയമം ഇവിടേക്കും ബാധകം. ഉസ്താദ് പറഞ്ഞു സമസ്ത ഇതുവരെ എടുത്ത തീരുമാനങ്ങളിൽ നിന്നും ഒരിക്കലും പിന്മാറിയിട്ടില്ല എന്ന്. എന്നാൽ സമസ്തയുടെ എതിർകക്ഷികളെ മറ്റും പ്രചരിപ്പിക്കുന്നുണ്ട്, സമസ്തയുടെ ആദ്യകാല പണ്ഡിതന്മാർ സ്ത്രീ വിദ്യാഭ്യാസത്തിന് എതിരായിരുന്നു എന്ന്. ഇതിന് നല്ലൊരു മറുപടി പ്രതീക്ഷിക്കുന്നു. സർവ്വസാധാരണമായി മറ്റുള്ളവർ സമസ്തക്കെതിരിൽ ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ ഒന്നാണ് സമസ്ത സ്ത്രീ വിദ്യാഭ്യാസത്തിനെതിരായിരുന്നു. ഇപ്പോൾ അവർ അറബി കോളേജും മറ്റേ കോളേജൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, അതൊക്കെ നയംമാറ്റമാണ്. വാസ്തവത്തിൽ ഇതിനെക്കുറിച്ച് നാം ശരിക്കും മനസ്സിലാക്കണം. സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് ഒരു ഉഗ്രൻ ഭരണഘടനയുണ്ട്. ആ ഭരണഘടന വളരെ ചെറുതാണ്, പക്ഷേ എല്ലാ കാര്യങ്ങളും അത് ഉൾക്കൊള്ളുന്നു. അങ്ങനെയുള്ള പണ്ഡിതന്മാരാണ് എഴുതിയത്. ആ ഭരണഘടനയുടെ 1-ാമത്തെ പേജിൽ അതിൻ്റെ ലക്ഷ്യങ്ങളുണ്ട്, ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ട്. ആ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ 1-ാമത്തെ നമ്പറിൽ കാണാം, നമ്മുടെ പരിശുദ്ധമായ ഇസ്ലാം മതത്തിന്റെ വിശ്വാസങ്ങളും ആചാരങ്ങളും അഹ്ലുസുന്നത്തി വൽ ജമാഅ വിഭാവനം ചെയ്യുന്നത് പ്രകാരത്തിൽ മനസ്സിലാക്കുക, പ്രചരിപ്പിക്കുക. മതവിദ്യാഭ്യാസ പ്രവർത്തനം ശക്തിപ്പെടുത്തുക. വാക്കുകളിൽ നേരിയ മാറ്റമുണ്ടായിരിക്കും,
പിന്നെ കാണാം മതവിദ്യാഭ്യാസത്തിന് വിരോധമാകാത്ത വിധത്തിലുള്ള ഭൗതിക വിദ്യാഭ്യാസത്തിനും വേണ്ടതൊക്കെ ചെയ്യുക. ഇവിടെ സ്ത്രീകൾ പെൺകുട്ടികളെന്നോ ആൺകുട്ടികളെന്നോ ഉള്ള യാതൊരു വ്യത്യാസവും വരുത്തിയിട്ടില്ല. എല്ലാവർക്കും മതവിദ്യാഭ്യാസം ആർക്കെല്ലാം നൽകണമെന്ന് പറയുന്നു അവർക്കൊക്കെ ഭൗതിക വിദ്യാഭ്യാസവും നൽകണമെന്നാണ് ആ ഭരണഘടന പറയുന്നത്. 1934 ആ ഭരണഘടന രജിസ്റ്റർ ചെയ്യുന്നത്. എന്നാൽ ഇനി നാം മനസ്സിലാക്കണം, ആ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ വളരെ ചുരുങ്ങിയ ആളുകളാണ് അത് ഉൾക്കൊണ്ടിരുന്നത്. വെറും LP സ്കൂളുകൾ ഉണ്ടെങ്കിൽ LP സ്കൂളുകൾ മാത്രം. ആ LP സ്കൂളുകൾ തന്നെ ഒരു 10-15 കിലോമീറ്ററുകൾക്കുള്ളിൽ ഒന്ന്. ഇങ്ങനെയുള്ള വിദ്യാഭ്യാസ കാലഘട്ടം. സ്വാതന്ത്ര്യം നേടിയിട്ടില്ലല്ലോ, നമുക്കറിയാമല്ലോ ആ കാലത്ത്. പിന്നെ പഠിക്കണമെങ്കിൽ മദ്രാസിയിൽ പോകണം, അല്ലെങ്കിൽ ഇംഗ്ലണ്ടിൽ പോകണം. ഇവിടെയൊന്നും വിദ്യാഭ്യാസം നേടിയവരില്ല. അന്ന് ഇങ്ങനെയുള്ള ശാസ്ത്ര സാങ്കേതിക വകുപ്പുകളെ കുറിച്ച് അറിഞ്ഞുകൂടാ. അന്നാകെ ഒരു കണക്കുണ്ടാവും, ഒരു മലയാളം ഉണ്ടാവും, അതോടുകൂടെ എല്ലാം തീർന്ന്. പിന്നെ ഇന്നത്തെ സിലബസ് ഉണ്ടല്ലോ, കമ്പ്യൂട്ടർ സയൻസ്, മൈക്രോബയോളജി, മറ്റോബയോളജി, ഇങ്ങനെയുള്ള യാതൊന്നുമില്ല. പിന്നെ ഉള്ള വിദ്യാഭ്യാസം തന്നെ എങ്ങനെയായിരുന്നു? മിശ്ര വിദ്യാഭ്യാസമായിരുന്നു. യുവതികളും യുവാക്കളും കൂടി ചേർന്ന് ഒരൊറ്റ ക്ലാസ്സിലിരുന്നുള്ള വിദ്യാഭ്യാസം. എന്നാൽ അങ്ങനെയുള്ള ആ ഭൗതിക വിദ്യാഭ്യാസം ഇസ്ലാം നിർബന്ധമാക്കിയ കാര്യമൊന്നുമല്ല. അതുകൊണ്ട് തന്നെ അന്നത്തെ അവസ്ഥയിൽ യുവതികളും യുവാക്കളും ഒറ്റ ക്ലാസ്സിലിരുന്ന് അത് തന്നെ അന്യരാജ്യങ്ങളിൽ പോയി പഠിക്കുന്ന സംഭവം. ആ സംഭവത്തിൽ അക്കാലത്തുള്ള സമസ്ത പണ്ഡിതന്മാരെന്ന് മാത്രമല്ല എല്ലാ മാതാപിതാക്കളും എല്ലാ പണ്ഡിതന്മാരും ഈ വിഷയത്തിൽ വല്ല ശങ്കയും ഉണ്ടാകുന്ന, ഈ പെൺകുട്ടികളുടെ ഭാവിയെ കുറിച്ച് ചിന്തിക്കുന്ന എല്ലാവരും ഒരേ സ്ഥലത്തിൽ പറഞ്ഞതാണ് ഈ നിലക്കുള്ള വിദ്യാഭ്യാസം അനുവദിക്കാൻ പാടില്ല. ഇത് വ്യക്തമായ സംഭവമല്ലേ? അങ്ങനെ മുറവിളി കൂട്ടി 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 പിന്നെയാണ് വനിതാ കോളേജുകൾ വേറെ, യുവജന കോളേജുകൾ, ആൺകുട്ടികൾക്കുള്ള കോളേജ് വേറെ ഇങ്ങനെ വന്നത്. ഇങ്ങനെ വന്ന സന്ദർഭത്തിൽ പിന്നെ അവിടെ പ്രശ്നമില്ല. പരമാവധി മര്യാദകളെല്ലാം പാലിച്ചുകൊണ്ട് പെൺകുട്ടികൾക്ക് ഏത് കോഴ്സിനും പോകാൻ പഠിക്കാം. ഇതാണ് സമസ്ത സ്വീകരിച്ച, അല്ലെങ്കിൽ മറ്റുള്ള പണ്ഡിതന്മാർ സ്വീകരിച്ച, അല്ലെങ്കിൽ മറ്റുള്ള മാതാപിതാക്കൾ, രാജ്യത്തെ നേതാക്കൾ സ്വീകരിച്ച നിലപാട്. ഈ നിലപാട് ശരിയല്ല എന്ന് പറയാൻ സാധിക്കുമോ ആർക്കെങ്കിലും? എന്നാൽ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പിന്നീട് നമുക്ക് നോക്കാം. ആ പിന്നീടുള്ള കാര്യങ്ങളെ കുറിച്ചൊരു പുതിയ തീരുമാനം അന്നെടുക്കേണ്ടതില്ല. സന്ദർഭം വരുന്നതിനനുസരിച്ച് ആ സന്ദർഭത്തിനൊത്ത് ഉയർന്നുകൊണ്ട് പുതിയ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് നീങ്ങുക. അപ്പോൾ സമസ്ത ഏത് സാഹചര്യത്തിൽ മറ്റുള്ളവരുടെ കൂടെ നിന്നുകൊണ്ട് ഈ മിശ്ര വിദ്യാഭ്യാസത്തിനെതിരിൽ സംസാരിച്ചുവെങ്കിൽ, ആ നിലക്കുള്ള വിദ്യാഭ്യാസത്തെ നിരുത്സാഹപ്പെടുത്തിയെങ്കിൽ, അത് ആ ആശയം അങ്ങനത്തെ സന്ദർഭത്തിൽ ഇപ്പോഴും നിലനിൽക്കുകയാണ്. പക്ഷെ ഇന്ന് സന്ദർഭം മാറിയെന്ന് മാത്രം. ഇന്നും വനിതാ കോളേജുകളെല്ലാം പോയി ഇന്നത്തെ ചെക്കന്മാരും ഈ പെൺകുട്ടികളും എല്ലാം കൂടി കൂടിയിട്ടുള്ള ഈ പഞ്ചാരടിച്ചിട്ട് മൊബൈൽ അടിച്ചിട്ടൊക്കെ ഉള്ള ക്ലാസ്സാണ് എങ്കിൽ ഒരിക്കലും സമസ്തയല്ല. ആത്മീയമായി ചിന്തിക്കുന്ന ഒരു മനുഷ്യനും പെൺകുട്ടികളെ വിദ്യാഭ്യാസത്തിന് അയക്കില്ല. ഇന്ന് തന്നെയും അയക്കാത്തവരില്ലേ? മതിയടി, എനിക്ക് 10ാം ക്ലാസ് മതി, ഇനി വേറൊന്നും വേണ്ട എന്ന് പറഞ്ഞിരിക്കുന്ന സമസ്തക്കപ്പുറത്തുള്ളവരില്ലേ? അപ്പോ സമസ്ത എടുത്ത തീരുമാനം ആ സന്ദർഭത്തിൽ രാജ്യത്തുള്ള പണ്ഡിതന്മാരും മതപരമായി ചിന്തിക്കുന്ന എല്ലാവരും ചെയ്തതാണ്. ആ സാഹചര്യം എന്തുണ്ടെങ്കിൽ ഇന്നും അങ്ങനെ തന്നെയായിരിക്കും തീരുമാനം. ഇന്ന് സാഹചര്യം മാറി. നേരത്തെ സ്ത്രീകളെ പുറത്തു കൊണ്ടുവരുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞതുപോലെ സാഹചര്യം മാറിയതനുസരിച്ച് പ്രവർത്തിക്കാൻ വന്നപ്പോൾ ഈ രാജ്യത്ത് വിദ്യാഭ്യാസ രംഗത്ത് ആരെക്കാളും മുന്നോട്ട് നീങ്ങിയത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയാണ്. നമുക്കറിയാമല്ലോ, എഞ്ചിനീയറിംഗ് കോളേജ്, ആർട്സ് സയൻസ് കോളേജ്, 10,000-കണക്കിന് അറബി കോളേജുകൾ, 10,000-കണക്കിന് ദർസുകൾ, മദ്രസകൾ, ഇതെല്ലാം സമസ്തയുടെ കീഴിലുണ്ട്. അതിന്റെ 10-1 അല്ലെങ്കിൽ 100-1 ഇവിടെ ബാക്കിയുള്ളവർക്കെല്ലാം കൂടിയുണ്ടോ എന്ന് നാം ആലോചിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് സമസ്തയെ ഇങ്ങനെ വെറുതെ താറടിക്കണ്ട. ഈ കാർഡൊക്കെ മുമ്പ് ഇറക്കിയതാ, പുതിയ വല്ല കാർഡുണ്ടെങ്കിൽ കാണട്ടെ. അതാണ് ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്. നമ്മൾ സാധാരണ സിയാറത്തിനൊക്കെ പോകുമ്പോൾ പല മക്കാമുകളിലും നമ്മൾ കണ്ടുവരുന്നു ഈ നിലവിളക്കുകളൊക്കെ കത്തിച്ചു വെച്ചിട്ട്. ഇതിനെപ്പറ്റി ചോദിക്കുമ്പോൾ അവർ പറയുന്നത്
വെളിച്ചത്തിന് വേണ്ടിയാണ്. എന്നാൽ ഈ ആധുനിക യുഗത്ത് ഇപ്പോൾ കറണ്ട് ഉണ്ടാകുമ്പോൾ ഇൻവെർട്ടർ ജനറേറ്ററൊക്കെ ഉണ്ടാകുമ്പോൾ എന്തിനാ അതിൻ്റെ ഒരു ആവശ്യം? ഇതിന് ഇസ്ലാമിൽ വല്ല തെളിവുമുണ്ടോ? വിളക്ക് എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് ശരിക്കൊന്ന് മനസ്സിലാക്കണം. അത് പ്രകാശത്തിന്റെ പ്രതീകമാണ്. മൂസാ നബി അലൈഹി ഇസ്ലാം തൗറാത്ത് വാങ്ങാൻ സീനാ പർവ്വതത്തിൽ ചെന്നപ്പോൾ വിളക്ക് കണ്ടു, വെളിച്ചം കണ്ടു എന്നാണ്. അല്ലാഹു തആല തന്നെ പറയുന്നു, ഈ വെളിച്ചത്തുള്ളവൻ അനുഗ്രഹീതനാകട്ടെ. ഈ വെളിച്ചത്തുള്ളവൻ, ഈ വെളിച്ചത്ത് പ്രത്യക്ഷപ്പെട്ടവൻ അനുഗ്രഹീതനാകട്ടെ. ദൈവീക ചിഹ്നങ്ങളുടെയും ദൈവീക ആശയങ്ങളുടെയും വൈജ്ഞാനിക പ്രമാണങ്ങളുടെയും എല്ലാം പ്രതീകമാണ് വെളിച്ചം. അതാണ് ദൈവിക ശക്തികൾ അല്ലാഹു തആല നൽകിയ മഹാത്മാക്കളുമായി ബന്ധപ്പെട്ട അവരുടെ സ്ഥലങ്ങളിൽ വിളക്ക് കത്തിക്കുന്നത്. അത് ചിലപ്പോ പകലും കത്തിക്കും. എന്തിനാ പകല് കത്തിക്കുന്നത്? കണ്ണു കാണാൻ മാത്രമല്ല, അത് ഇവിടെ ഒരു പ്രതീകമുണ്ട് എന്ന് മനസ്സിലാക്കാനാണ്. ഏതുപോലെ പകല് ഇൻഡിക്കേറ്റർ കത്തും. ഏതിന്റെ? കറണ്ടിന്റെ ഇൻഡിക്കേറ്റർ പകല് കത്തും. എന്തിനാ? ഇവിടെ കറണ്ട് ഉണ്ട് എന്നറിയിക്കാൻ. ഇതുപോലെ തന്നെ ഇവിടെ ഒരു കറണ്ട് ഉണ്ട്. ഇവിടെ സീനായിൽ ഉദിച്ച പ്രകാശമുണ്ടല്ലോ, അത് അതിന്റെ തുടർച്ച ഇവിടെ ഉണ്ട് എന്ന് അറിയിക്കാനുള്ള ഇൻഡിക്കേറ്ററാണ് ആ നിലവിളക്ക്. ഇതാണ് പൊന്നാണിയിൽ നിലവിളക്ക് എന്നൊക്കെ പറഞ്ഞത്. വെളിച്ചത്തിരിക്കാന്നൊക്കെ പറഞ്ഞിട്ടില്ലേ? പക്ഷേ ഇരുട്ടത്തിരിക്കുന്നവർക്ക് ഇതൊന്നും മനസ്സിലായില്ല. പ്രവാചകന്മാര് പാപ സുരക്ഷിതരാണെന്ന് പറയുമ്പോൾ ആദം നബി അടുക്കാൻ പറ്റാത്ത മരത്തുമൊക്കെ അടുത്തു എന്നുള്ളത് തെറ്റല്ലേ? അത് തെറ്റല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ആദം നബിയെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയത്? ആ വിഷയത്തിൽ നാം മനസ്സിലാക്കേണ്ടത്, അല്ലാഹു തആല പറയുന്നു, യാ ആദമുസ്കുൻ അന്ത വസൗജുക്കൽ ജന്ന വകുലാ മിൻഹാ റഗദൻ ഹൈദു ശിഅ്തുമാ. ആദമേ, നിങ്ങളും നിങ്ങളുടെ ഭാര്യയും ഈ സ്വർഗത്തിൽ താമസിക്കുക. വകുലാ മിൻഹാ റഗദൻ ഹൈദു ശിഅ്തുമാ. നിങ്ങൾ വിചാരിച്ചതുപോലെ ഇഷ്ടം പോലെ സുഭിക്ഷമായി എന്തൊക്കെ വിചാരിച്ചോ അതൊക്കെ നിങ്ങൾ ഭക്ഷിച്ചോളൂ. അപ്പൊ തിന്നുന്ന കാര്യത്തിൽ പ്രത്യേകിച്ച് ഒരു വിരോധം അവിടെ ഇല്ല. അതോടൊപ്പം അല്ലാഹു തആല പറഞ്ഞു, വലാ തഖറബ ഹാദിഹി ശജറ, ഈ വൃക്ഷത്തിന്റെ അരികിലേക്ക് വരരുത്. ഫതകൂനാ മിനൽ ളാലിമീൻ, നിങ്ങൾ പേശവരാകാൻ സാധ്യതയുണ്ട്. അതിന്റെ പിന്നിൽ ഒരു രഹസ്യമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അതിലേക്ക് അടുക്കരുത്. നിങ്ങൾക്ക് സുഭിക്ഷമായി എന്തും തിന്നാം. അങ്ങനെ ഹവ്വാ റളിയല്ലാഹു തആല അൻഹാ വൃക്ഷത്തിലേക്ക് അടുത്തു. അതിൽ നിന്ന് കനി പറിച്ചു. അത് രണ്ടുപേരും കൂടി തിന്നു. ഏതും തിന്നാമെന്ന കൽപ്പനയാണ് അവിടെയുള്ളത്. അതുകൊണ്ട് ആദം നബി അലൈഹി സ്വലാം തിന്നു. അടുക്കരുത് എന്ന കൽപ്പന ആദം നബി ലംഘിച്ചിട്ടില്ല, ഹവ്വ ആണ് ലംഘിച്ചത്. പക്ഷെ ആ ഉത്തരവാദിത്വം, ആ കുടുംബത്തിന്റെ ഉത്തരവാദിത്വം കുടുംബ മേധാവി എന്ന നിലക്ക് ആദം നബി അലൈഹി സ്വലാം ഏറ്റെടുത്തു. പടച്ചവനെ, തെറ്റ് സംഭവിച്ചു, പൊറുക്കണമെന്ന് പറഞ്ഞു. ഇതല്ലാതെ ആദം നബി അവിടെ തെറ്റ് ചെയ്തിട്ടില്ല. തെറ്റിന് സാധ്യത ഉള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ആർക്കെങ്കിലും വ്യാഖ്യാനിക്കാവുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടെങ്കിൽ അതിനാണ് അല്ലാഹു തആലയോട് അദ്ദേഹം പാവമോചനം തേടിയത്. അല്ലാഹു തആല അത് ആ നിലക്ക് അദ്ദേഹം ഉദ്ദേശിച്ചതുപോലെ അല്ലാഹു തആല ആ പ്രാർത്ഥന ഏറ്റെടുക്കുകയും ഫതാബ അലൈഹി, അല്ലാഹു തആല അദ്ദേഹത്തെ സ്വീകരിക്കുകയും ആ കുടുംബത്തെ സ്വീകരിക്കുകയും ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ഇനി എൻ്റെ സന്ദേശങ്ങൾ വരും, അത് നിങ്ങൾ മര്യാദയ്ക്ക് പാലിക്കുക, എന്നാൽ പിന്നെ നിങ്ങൾക്ക് ഈ സ്വർഗത്തിലേക്ക് തിരിച്ചു വരാം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ആദം നബിയുടെ സംഭവത്തിൽ വൃക്ഷത്തിലേക്ക് അടുക്കരുത് എന്നാണ് പറഞ്ഞത്. ആദം നബി അടുത്തിട്ടില്ല. ഇഷ്ടം പോലെ തിന്നോളൂ എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ കൊണ്ടുവന്ന് തിന്നുകയും ചെയ്തു. അങ്ങാടിയിൽ പോകരുത് എന്ന് പറഞ്ഞാൽ അങ്ങാടിയിൽ പോകരുത്, പക്ഷെ അവിടെ നിന്ന് കൊണ്ടുവന്ന ഭക്ഷണം ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല.